بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين 18 ആയത്തുകൾ 19 ആയത്തുകൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു വിശദീകരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. വീണ്ടും വീണ്ടും ഈ സൂറത്തിനെ സംബന്ധിച്ച് വഅദുകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ നാം എല്ലാവരും അത് കേൾക്കണം, പഠിക്കണം. പരിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ഒതുക്കി തീർക്കാൻ കഴിയുന്ന ഒരാശയം അല്ല. വിശുദ്ധ ഖുർആനിൻ്റെ വിവക്ഷകൾ വിശദീകരിച്ച് തീർക്കാൻ കഴിയാത്തതാണ്, എഴുതി തീർക്കാൻ ആവാത്തതാണ്. ആവോളം പഠിക്കാൻ ഏറ്റവും കൂടുതൽ വിശ്വാസി തയ്യാറാകേണ്ടതും വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്കിലെ 12ാമത്തെ സൂക്തം എപ്പോഴും ഓതുമ്പോൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു ഓതണം. ഇന്നലെ നാം പറഞ്ഞു വച്ചത് ഭയാനകമായ നരകത്തിൻ്റെ ചിത്രങ്ങളാണ്. നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും, മെമ്പർമാരെ പറ്റിയൊന്നും നാം പറഞ്ഞിട്ടില്ല. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ നരകത്തിന് ജീവനുള്ള ഒരു വസ്തുവിനെ പോലെയുള്ള പ്രതികരണം, നരകത്തിന് ഹയാത്ത് ഉണ്ടോ ഇല്ലേ, പണ്ഡിതന്മാർക്ക് അവിടെ ഒരു ചർച്ചയുണ്ട്. നരകം പൊട്ടിക്കീറുന്ന ഒരവസ്ഥയും നരകം പ്രതികരിക്കുന്ന പ്രതിധ്വനികളൊക്കെ, സംസാരങ്ങളൊക്കെ നരകത്തിന് ഒരു ഹയാത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. നരകത്തിൻ്റെ ഒരു പ്രതികരണം അത് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഞാൻ തെറ്റുകാരനാണ്, ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. അവസാനം പറഞ്ഞത് ഫഅതറഫൂ ബിദംബിഹിം, അവർ സമ്മതിച്ചു. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ കുറ്റക്കാരനാണ്. പലരും ജയിലറകളിലേക്ക് പോകുന്നത് കുറ്റക്കാരനാണ് എന്ന് സമ്മതിച്ചുകൊണ്ടല്ല. കുറ്റം ജയിലറകളിൽ കഴിയുന്നവരുണ്ട്, നിരപരാധികൾ എത്രയോ ഉണ്ട്, കണക്കില്ലാത്ത അത്രയുമുണ്ട്. സ്വദേശത്തും വിദേശത്തൊക്കെ ധാരാളം ആളുകളുണ്ട്. കുടുങ്ങിക്കഴിയുന്നവർക്കൊക്കെ അല്ലാഹു മോചനം എളുപ്പമാക്കട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയപ്പെടുന്ന രൂപം അങ്ങനെയാണ്. കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുപോകല്ല,
കയ്യും പിടിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കുള്ള സ്വർഗീയസ്ഥരെയാണ്. നരകക്കാരെ പിടിച്ചൊരേറാണ്. അങ്ങനെ തന്നെയാണ് തബാറക സൂറത്തും പറഞ്ഞത്, ഉൽഖിയ, വലിച്ചെറിയപ്പെടുക. വലിച്ചെറിയപ്പെടുന്ന ഓരോ ടീമിനോടും ചോദിക്കും, ശരിയല്ലേ, ദുനിയാവിൽ വെച്ച് ബോധിപ്പിക്കുന്ന ആളുകൾ വന്നിട്ടില്ലേ? എല്ലാവരും പറയും, വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. ഉത്ബോധനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓരോ വർഷവും 4 ദിവസവും മറ്റുമൊക്കെ എത്ര വർഷങ്ങളായി ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കുന്നു, എത്ര വർഷങ്ങളായി ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കുന്നു. ബോധം തെളിഞ്ഞ മനസ്സുകളോട് അവർക്ക് മനസ്സിലാക്കാൻ മുമ്പത്തെ പോലെയല്ല. കഴിഞ്ഞ കൊല്ലത്തെ വാളും മുമ്പത്തെ കൊല്ലത്തെ വാളും കുറെ മുമ്പ് പറഞ്ഞ വാളൊക്കെ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഉപകരണത്തിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഉത്ബോധനങ്ങളൊക്കെ നിലനിൽക്കുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളുടെ മുന്നിൽ എത്ര കറക്റ്റ് ആയിട്ട് അതുണ്ടാകും? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും സമ്മതത്തിന്റെ ഒരു സ്വരം മാത്രം, ബലാ ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒന്നും തിരിയാതെ ഞങ്ങളെ പിടിച്ചിടുകയല്ല. മുന്നറിയിപ്പുകാരൊന്നും എത്താത്തൊരു വിഭാഗമുണ്ടോ? ഉണ്ട്. അവർക്ക് അഹ്ലുൽ ഫത്ര എന്ന് പറയും. ഫത്രയുടെ ആളുകൾ, ഇടവേളയുടെ ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നബി അസ്തമിച്ച ശേഷം മറ്റൊരു നബി വരുന്നതിന്റെ മുമ്പ് കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ ജീവിച്ച ചില ആളുകളുണ്ട്. അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമെന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം. അതിലും ഭിന്നാഭിപ്രായങ്ങൾ കുറെയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ദൂതന്റെ, അള്ളാഹുവിന്റെ ഒരു റസൂലിന്റെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ ഉത്ബോധനങ്ങൾ ശ്രവിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം, സത്യം മനസ്സിലാക്കാൻ ഒരു ചാൻസും കിട്ടാത്തവർ, അവരങ്ങനെ ശിക്ഷിക്കൂല. അവരെങ്ങനെ ശിക്ഷിക്കുന്നു? അവർക്ക് മുന്നറിയിപ്പുകാരായിട്ട് ആരാ എത്തിയത്? ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ ഇടയ്ക്ക് 6 നൂറ്റാണ്ടുണ്ട്. 600 വർഷമുണ്ട്. ആ 600 വർഷത്തിന്റെ ഇടയിൽ പ്രബോധനം ലഭിക്കാത്ത ആളുകൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കാണ് അഹ്ലുൽ ഫത്ര, ഇടവേളയിൽ ജീവിച്ചു പിരിഞ്ഞ ആളുകൾ എന്ന് പറയുക. ഈ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളെ സ്വർഗത്തിലെത്തിയിട്ടില്ലെങ്കിലും ആറാഫിലെങ്കിലും എത്തിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. ആറാഫ് എന്ന് പറയുന്നത് നരകവും അല്ല സ്വർഗവും അല്ല, രണ്ടിനിടക്കുള്ള ഒരു സ്ഥലമാണ്. വബൈനഹുമാ ഹിജാബ്, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടക്കൊരു ഹിജാബുണ്ട്. ഒരു പ്രദേശം, ഒരു കുന്നിൻ പ്രദേശം പോലെ കണക്കൂട്ടാം. സ്വർഗത്തിൽ കടക്കാനൊക്കെ വലിയ താല്പര്യമുള്ളവരാണ് ആറാഫിലുള്ളവർ. പക്ഷെ സ്വർഗത്തിൽ അവർ പ്രവേശിക്കുമോ? ഇല്ല. ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല, ആഗ്രഹമുണ്ട് അവരെ മനസ്സിൽ. നരകത്തിന്റെ ഭാഗത്തേക്ക് അല്ലാഹു ഒന്നവരെ തിരിച്ചാൽ ഉടനെ അവർ പ്രാർത്ഥിക്കും, റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ ആ അക്രമികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കരുത്. അത് കാണാൻ പറ്റൂല. നരകത്തിന്റെ ഭാഗത്തേക്ക് ഒന്നിങ്ങനെ അവരൊന്ന് തിരിച്ചാല് മലക്കുകൾ ഒന്നങ്ങോട്ട് നോക്കി എന്ന് പറയുമ്പോഴേക്ക് അവർ ദ്വാരക്കും. സ്വർഗത്തിൽ എത്തിയിട്ടില്ലെങ്കിലും വേണ്ട, നരകത്തിൽ പോകാൻ കഴിയൂല എന്ന് ആറാഫിലുള്ളവർ ദ്വാരക്കും. ആറാഫിലുള്ള ആൾക്കാർ മുഅ്മിനീങ്ങളല്ലേ? മുഅ്മിനീങ്ങളാണ്. പക്ഷെ സ്വർഗപ്രവേശനത്തിലുള്ള പരിശുദ്ധിയുടെ കുറവുണ്ടവർക്ക്. സ്വർഗത്തിൽ അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ദുനിയാവിലുള്ള ജീവിതത്തിൽ നല്ലോണം അധ്വാനിച്ച് ജീവിക്കണം. ആറാഫിലുള്ള ആളുകളുടെ അവസ്ഥ അറിയുമ്പോഴാണ് സ്വർഗം നമുക്ക് വിധി എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നല്ലോണം നമ്മൾ ആലോചിക്കണം, പുനരാലോചന നടത്തണം. ആറാഫിൽ ഒരുപാട് ടീമുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചാൽ എവിടെ എത്തൂല. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ആറാഫിൽ ഒരു വിഭാഗം ശുഹദാക്കളുണ്ട്, രക്തസാക്ഷികൾ. അള്ളാഹുവിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി പോരാടി മരിച്ചുപോയ ആളുകൾ, ഷഹീദായവര്. അവരെങ്ങനെ ഉസ്താദെ ആറാഫിലെത്തുക? അവര് സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ അത്രയും വിശുദ്ധനാകണം ആള്.
അവകാശവാദമായിട്ടും ചെന്നാ പോരാ. ആരാണ് ഈ ശുഹദാക്കൾ എന്നറിയോ? ഉമ്മാന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ സമ്മതമില്ലാതെ യുദ്ധത്തിന് പോയിട്ട് ഷഹീദായ ആളുകളാണ്. എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, ബാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതല്ലാതെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇഷ്ടം പോലെ നടക്കുന്ന, ഇഷ്ടം പോലെ അധ്വാനിക്കുന്ന, ഇഷ്ടം പോലെ കല്യാണം കഴിക്കുന്ന, ഇഷ്ടം പോലെ ജീവിക്കുന്ന ആളുകൾ ഒന്നാലോചിക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാക്കൾക്ക് ഒരൊറ്റ കുറവ്, ഒരു തുള്ളി രക്തം നിലത്തുറ്റിയാൽ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്ന വിഭാഗമാണ് ശുഹദാക്കൾ. നമ്മളെ പോലെയല്ല, ഒരു നിസ്കാരത്തിന്റെ പവർ പോലെയല്ല അത്. ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന്, യോദ്ധാവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം നിലത്തുറ്റിയാൽ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ പുറത്തു കൊടുക്കാത്ത ഒന്നാണിത്. അവര് പോകുമ്പോ വാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതല്ലാതെ യുദ്ധത്തിനങ്ങ് ഇറങ്ങി പുറപ്പെട്ടൊരു ഷഹീദായി. എത്ര വലുതാണ് ആ സമ്മതത്തിന്റെ ഒരു മഹത്വം എന്ന് ആലോചിച്ചു. നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നിയമമാണ് വലുതല്ലേ? മതത്തിന്റെ സമ്മതത്തിന്റെ അനുവാദത്തിന്റെ നിയമമൊന്നും ആർക്കും വലുതല്ല. ഇന്ത്യൻ ആക്ട് പ്രകാരം എനിക്ക് ഞാൻ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലോണം ആഖിറത്തെ പറ്റി ചിന്തിക്കണം. ശുഹദാക്കളാണ് ആറാഫിലുള്ള ഒരു വിഭാഗം. നരകത്തിലേക്ക് അവിടെ പിടിച്ചിടാൻ പറ്റൂല, ശുഹദാക്കളല്ലേ. സ്വർഗത്തിൽ പോകാനുള്ള പവർ ഇല്ല ഈ ഒരു അനുവാദം ഇല്ലാതെ പോയതുകൊണ്ട്. ഇനി എവിടുന്ന അനുവാദം കിട്ടുക? ഇനി എവിടുന്ന സഹോദരങ്ങളെ അനുവാദം കിട്ടുക? അപ്പൊ ഒരു ചെറിയ മഹത്വമൊന്നുമല്ല. ബാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതത്തിന് അത്രമാത്രം വലിയ താല്പര്യമുണ്ടോ? ഉണ്ട്. യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഒരു സ്വഹാബി, എത്ര ദൂരം ഉണ്ടെന്ന് കൂട്ടിക്ക് നോക്കൂ. 2000 കിലോമീറ്റർ ദൂരം ഇന്നുണ്ടാവും. യമനിൽ നിന്ന് അത്രയും ദൂരെ യാത്ര ചെയ്ത് മദീനയിലെത്തിയ ഒരു സ്വഹാബി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ ഹദീസാണ്. എന്തിനാ ഞങ്ങൾ വന്നത്? തങ്ങളോടൊപ്പം തങ്ങൾ ഗസ്വത്തിന് പോകുന്നു എന്ന് കേട്ടു. ചെറുത്തുനിൽപ്പിന് വേണ്ടി തങ്ങൾ പോകുന്നു, ശത്രുക്കളുമായി പോരാടുന്നതിന് പോകുന്നു എന്ന് കേട്ടു. അവിടുത്തെയോടൊപ്പം പോരാൻ ഉദ്ദേശിച്ചുകൊണ്ട് പോന്നതാണ്. ബാപ്പയും ഉമ്മയും ഉണ്ടോ വീട്ടില്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, ഉണ്ട്. നിങ്ങൾ പടിയിറങ്ങുമ്പോ അവരുടെ നിലപാടെന്തായിരുന്നു? അവരുടെ അനുവാദം കിട്ടിയില്ല. സങ്കടം കൊണ്ട് ബാപ്പയും ഉമ്മയും കരഞ്ഞു, നബിയേ ഞാൻ സമ്മതം ചോദിച്ചു, താല്പര്യം കൊണ്ട്, ആഗ്രഹം കൊണ്ട്. സമ്മതം കിട്ടിയില്ലെന്ന് കണ്ടപ്പോ ഞാൻ ഇറങ്ങി. പടിയിറങ്ങുമ്പോ അവര് കരഞ്ഞുപോയി. നാട്ടിലേക്ക് തിരിച്ചു പോകൂ, എന്റെ കൂടെ നിങ്ങൾ വരാൻ പറ്റില്ല. ബാപ്പാക്കും ഉമ്മാക്കും സന്തോഷം കൊടുക്കൂ, തിരിച്ചു പോകൂന്ന് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരോട്, കൂട്ടുകാരികളോട് പറയട്ടെ, വർത്തമാന കാലഘട്ടത്തിലെ ഫ്രീഡം നമുക്ക് ആഖിറം നഷ്ടപ്പെടുത്തുന്നതാകരുത്, സ്വർഗപ്രവേശനം തടയുന്നതാകരുത്. നന്നായി ചിന്തിക്കണം, ആലോചിക്കണം. സ്വർഗത്തിലങ്ങ് പോവുക എന്നുള്ളത് എളുപ്പമാണെന്ന് പെട്ടെന്ന് കരുതിയിട്ട് എനിക്കൊരു നിസ്കാരം ഉണ്ടല്ലോ എന്ന് ലാക്കാക്കിക്കൊണ്ട് എന്തും ചെയ്തേക്കരുത്. ഒരുപാട് പരിശ്രമിച്ച് അധ്വാനിക്കണം. നരകക്കാരോട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ സമ്മതിച്ചുകൊണ്ട് ഏറ്റുപറയുമ്പോ രണ്ടാമതായവര് പറയുന്നത്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഉത്ബോധനങ്ങളൊക്കെ ശ്രവിച്ച് നല്ല ബുദ്ധിയോടെ ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ദുനിയാവിലാകെ കിട്ടിയ കാലം കുറഞ്ഞ കാലം, ബുദ്ധിയും ഒക്കെ ഉറച്ചിട്ട് വിവേകമൊക്കെ എത്തിയിട്ട് നല്ല തന്റെ ഇടത്തോടെ പ്രവർത്തിച്ച കുറഞ്ഞ കാലം ഒന്ന് ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ നരകവാസികളിൽ ഞാൻ ഉൾപ്പെടുമായിരുന്നില്ലല്ലോ.
അവിടെ വേവലാതി പറഞ്ഞിട്ട് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സഹോദരങ്ങളെ? ഈ രണ്ട് സമ്മതങ്ങളും പറയുമ്പോ മലക്കുകളെ ഭാഗത്തു നിന്നൊരു ശാപപ്രാർത്ഥന, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് വിദൂരം തന്നെ, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ദൂരത്താണ്, നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ജീവിതം നന്നാക്കി മുന്നോട്ട് പോകണം. സ്വർഗക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞൊരു ആയത്താണ് 12ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഒരൊറ്റ ആയത്തെ സൂറത്തുൽ മുൽക്കിലുള്ളൂ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അവരെ പോറ്റി പരിപാലിക്കുന്ന, പരിരക്ഷിക്കുന്ന, ജീവൻ നൽകിയിട്ട് സംരക്ഷണം നൽകുന്നവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. അള്ളാഹുവിനെ എന്ന് പറയാതെ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ് സഹോദരങ്ങളെ, എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്. എല്ലാവരും ഇലാഹിനെ ഒന്നായി കാണുന്നില്ലെങ്കിലും റബ്ബ് തന്നെയാണ് നമ്മുടെയും ഇലാഹ്. റബ്ബ് തന്നെയാണ് ഇലാഹ് ആകേണ്ടതും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, പോറ്റി വളർത്തുന്ന പരിപാലകനായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ, ബിൽ ഗൈബ്. എങ്ങനെ പേടിച്ചു ജീവിക്കുന്നു എന്നറിയോ? അള്ളാഹുവിനെ കാണാതെ, അള്ളാഹുവിന്റെ ശിക്ഷ കാണാതെ, ഖിയാമത്ത് നാൾ നോക്കിക്കാണാതെ, ഖബർ ജീവിതം കാണാതെ, പുനരുദ്ധാരണ ദിവസം കാണാതെ വിശ്വസിച്ചുകൊണ്ട് പേടിച്ച് ജീവിക്കുന്നവർ. ഖിയാമത്ത് നാളിന്റെ വിഷയങ്ങൾ പറയുമ്പോ ഇതൊക്കെ ഒരു പരിഹാസ്യത്തിന്റെ വർത്തമാനങ്ങളായി തള്ളുന്ന നാമമാത്ര മുസ്ലിം ധാരികളുണ്ട്. അവരെ പറ്റി നമുക്ക് ചർച്ച വേണ്ട, അവരെ വിട്ടേക്കാം. അവർക്ക് ഈ പറയുന്ന മഹത്വങ്ങളൊന്നും കിട്ടാനില്ല. അതേ സമയത്ത് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഒന്നും കാണാതെയാണ് ഭയപ്പെടുന്നത്. അല്ലാഹ് ഖിയാമത്ത് നാൾ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ പരലോകം കണ്ടിട്ടില്ല, ഖബർ ജീവിതം കണ്ടിട്ടില്ല, മൗത്ത് അനുഭവിച്ചിട്ടില്ല, മരണം നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അനുഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ച് പേടിക്കണ്ടേ? റബ്ബിനെ പേടിക്കുക എന്ന് പറഞ്ഞാല് റബ്ബ് സുബ്ഹാനഹു വ തആല പേടിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ പേടിക്കുക. ബിൽ ഗൈബി, അതൊന്നും കാണാതെ പേടിക്കുക. ബിൽ ഗൈബി, ഒന്നും അനുഭവിക്കാതെ അദൃശ്യമായ നിലക്ക് പേടിക്കുക. പേടിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഖബറിന്റെ അദാബ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഖബറിന്റെ അദാബ് കണ്ടിട്ടില്ലല്ലോ. ഖബറിന്റെ അദാബ്, ഖബറിന്റെ മുകളിൽ വെച്ച് നടത്തുന്ന അദാബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ നമ്മൾ ആരെങ്കിലും ഒരൊറ്റ ദിവസം കണ്ടിരുന്നുവെങ്കിൽ ഒരു തെറ്റും അല്ലാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ചെയ്യൂല. ഖബറിന്റെ ഉള്ളിൽ കൊടുക്കുന്ന അദാബ്, പുറത്ത് വെച്ച് നടക്കുന്ന ഒരു രംഗം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ കണ്ടു. നട്ടുച്ച സമയത്ത് ബദറിന്റെ പരിസരത്തുകൂടെ, ഖലീബ് ബദർ, ബദറിലെ പൊട്ടക്കിണർ, മുശ്രിക്കുകളുടെ കബന്ധങ്ങൾ മുഴുവനും വലിച്ചെറിയപ്പെട്ട, അബൂജഹലിനെയും ഉത്ബയെയും ഷൈബയെയും ഒക്കെ വലിച്ചെറിയപ്പെട്ട ആ ബദറിന്റെ പൊട്ടക്കിണർ, അതിന്റെ സമീപത്തൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉച്ച സമയത്ത്. അപ്പൊ ആ ഖബറിന്റെ, ആ കിണറിന്റെ നേരെ മേലെയുള്ള ആ ഒരു തിണ്ണ, അതിന്റെ മേലെ ഒരാളെങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഒരു തടിച്ച ഒരാളെ, നല്ല തടിയുള്ള ഒരാളെ ഇരുത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഹൈറ്റും വെയിറ്റും തോന്നിക്കുന്ന രണ്ടാളുകൾ കൈയൊക്കെ പിടിച്ച് ഇദ്ദേഹത്തെ വേക്കോട്ട് കെട്ടിയിട്ട് നല്ലവണ്ണം ചുമലിലും തലയിലുമൊക്കെ അവരെ കയ്യിലുള്ള ഒരു ഉപകരണം കൊണ്ട് ആഞ്ഞടിക്കുന്നു. അടിക്കുന്ന സമയത്ത് ഈ അടി കൊള്ളുന്ന ആൾ ഒരല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയോട്. ഒരൊറ്റ അടി കിട്ടുമ്പോഴേക്ക് ചോദിക്കുന്നു, ഒരല്പം വെള്ളം തരുമോ? ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് വയ്യ, ഒരല്പം വെള്ളം തരുമോ?
വെള്ളം ചോദിക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ പറയുന്നു, കൊടുക്കരുത് വെള്ളം, ലാ തുസ്തിഹി ഇന്നഹു കാഫിർ, കൊടുക്കരുത്, സത്യനിഷേധിയാണ് അവൻ, കൊടുക്കരുത്. പിന്നെയും മർദ്ദിക്കുന്നു. ഇത് കണ്ട് പേടിച്ചിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെല്ലുന്നത്. തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ രംഗം കണ്ടു. ബദറിലെ പൊട്ടക്കിണറിന്റെ ഭാഗത്തുകൂടെ വരുമ്പോ ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കുന്ന രംഗം കണ്ടു. അറിയുമോ അബ്ദുള്ള, ആരാണ് അടികൊള്ളുന്ന ആള് എന്നറിയുമോ? അറിയില്ല നബിയെ, ആരാണ് അടികൊള്ളുന്ന ആള് എന്നും അടിക്കുന്ന ആള് എന്നും അറിയില്ല. അബൂ ജഹ്ൽ ഇബ്നു ഹിശാം, അബൂ ജഹ്ൽ ഇബ്നു ഹിശാം, അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹലാണ് അടിയേൽക്കുന്ന ആള്, അടികൊള്ളുന്ന ആള് അബൂജഹലാണ്. ഫഹുവ യുഅദ്ദബു ബിഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവനെ ശിക്ഷിക്കപ്പെടും. ഒരൊറ്റ സമയം അവൻ ഒഴിവുണ്ടാകൂല, ശിക്ഷ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് അത്തരത്തിൽ അദാബ് സംഭവിക്കുന്ന സ്ഥലങ്ങളിലൂടെ ആരും കൂടെയില്ലാതെ ഒറ്റക്ക് നിങ്ങൾ പോയേക്കരുത്. പേടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥ തന്നെ മാറിപ്പോകും, ബുദ്ധി തന്നെ മറിഞ്ഞു പോകും, നിങ്ങളുടെ ഈ നല്ല ലെവൽ തന്നെ മാറിപ്പോകും. അപസ്മാര രോഗമോ മാനസിക രോഗമോ പലതും സംഭവിച്ചേക്കാം. ഭൂമിന്റെ ഉപരിഭാഗത്ത് സഹോദരങ്ങളെ ഒരു ചെറിയ ദൃശ്യം കാണാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല. നമ്മളെ കൊണ്ട് എത്ര ദുർബലരാ നമ്മള്. ഒരു പനി താങ്ങാൻ, ഒരു ചൂട് താങ്ങാൻ കെൽപ്പില്ലാത്ത ശരീരം. പടച്ച റബ്ബിനെ പേടിക്കണം, റബ്ബിന്റെ അദാബ് പേടിക്കണം. ആ അദാബൊന്നും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. ചിത്രങ്ങളൊന്നും കേൾക്കാൻ കഴിയൂല. കേൾക്കാൻ മാത്രമുള്ള ഒരു തോക്കത്ത്, ഒരു കഴിവ് നമ്മളെ മനസ്സിലില്ല. ഒരു ശിക്ഷയും കേൾക്കാൻ മാത്രമുള്ള കഴിവില്ല. പടച്ച റബ്ബിനെ പേടിച്ച് കഴിയുന്നവർ, ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, ഭയപ്പെടണ്ടയോ? ഭയപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ നമ്മെ പരിപാലിക്കുന്നത്, അല്ലാഹുവല്ലേ നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്. ആ അല്ലാഹു തആല പറഞ്ഞത് വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. പേടിക്കണ്ടയോ? പേടിക്കണം. റബ്ബിന്റെ അദാബ് പേടിക്കുന്നത് റബ്ബിനെ പേടിക്കുന്ന വിഷയമാണ്. റബ്ബിന്റെ അദാബ് പേടിക്കുന്നത് റബ്ബിനെ പേടിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ അദാബ് പേടിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കരഞ്ഞവരെത്രയുണ്ട്. നരകത്തെ ആലോചിച്ച് നരകത്തെ കുറിച്ച് ഓർത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി മഹദിയായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. എത്രമാത്രം വലിയ മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. വിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവിയുടെ മഹത്വങ്ങൾ മുഴുവനും വിശദമാക്കി അള്ളാഹു ഇറക്കിയ ആയത്തുകൾ ഒന്നും രണ്ടുമല്ല 18 എണ്ണമാണ്. സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു ആയിഷ ബീവിയുടെ മഹത്വം പറഞ്ഞ് ഇറക്കിയ ആയത്തുകൾ 18 എണ്ണമാണ്. ആയിഷ ബീവി വിശുദ്ധ വനിതയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു തലവൻ പറഞ്ഞതല്ല, യജമാനനായ റബ്ബ് പറഞ്ഞതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാണ്. അങ്ങനെ വിശുദ്ധിയുള്ള ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ കരഞ്ഞിരിക്കുന്നു. ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? നരകത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നബിയെ, കരഞ്ഞുപോയി. ഒരു നേരം നരകം ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇരുന്നിട്ട്. നരകത്തിന്റെ ഭക്ഷണം, നരകക്കാരുടെ വിശപ്പ്, നരകക്കാര് വെള്ളത്തിന് വേണ്ടി സ്വർഗക്കാരോട് ആക്രോശിക്കുന്നത്, നരകക്കാര് 1000 കൊല്ലം മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട്, മാലിക്കേ ഒന്ന് ഈ ശിക്ഷയിൽ നിന്ന് ഒന്ന് മാറ്റിത്തരുമോ? സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഒരു നിലക്കും ഞങ്ങൾക്ക് ഇതിനാകുന്നില്ല. 1000 പ്രാവശ്യം മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുമ്പോ 1000 പ്രാവശ്യം 1000 കൊല്ലം അവർ വിളിച്ചിട്ട് ഒരൊറ്റ തവണ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇന്നകും മാകിസൂൻ, അവിടെ തന്നെ കിടന്നോളൂ, വേറൊരു മറുപടി ഇല്ല. ഒന്ന് റബ്ബിനോട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് തീരുമാനിക്കാൻ പറയൂ മാലിക്കേ.
മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ആർത്തട്ടഹസിക്കുന്ന ആ ആളുകളോട് 1000 കൊല്ലത്തെ വിളിക്ക് ശേഷം കൊടുക്കുന്നൊരു മറുപടി ഇന്നക്കും മാകിസൂൻ. പിന്നെയും വിളിക്കുന്നു 1000 കൊല്ലം. അപ്പോഴും പറയുന്നത് ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, മിണ്ടാതെ കിടന്നോളൂ, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, കിടക്കവിടെ, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. സഹോദരങ്ങളെ, ഈ ആർത്തനാദങ്ങളും നരകത്തിന്റെ തീപ്പൊരിയുടെ വലുപ്പത്രയെന്നാ ഖുർആൻ പറഞ്ഞത്. നരകത്തിന്റെ തീപ്പൊരി, തീപ്പൊരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ, തീന്റെ പൊരി. നരകത്തിന്റെ തീപ്പൊരി. ഇന്നഹാ തർമി ബിശററിൻ ഖൽ ഖസുർ, കൊട്ടാരത്തിന്റെ വലുപ്പമുള്ള പൊരിയാണ് നരകത്തിന്റെ തീപ്പൊരി. നരകം പുറത്തേക്ക് തുപ്പുന്ന തീപ്പൊരി കെട്ടുപോകൂല. ആ തീപ്പൊരി കൽ ഖസുർ, കൊട്ടാരത്തിന് സമാനമാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ നിറമുണ്ടാകും നരകത്തിന്റെ ഒരു പൊരിക്ക്. ഒരൊറ്റ പൊരി ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ അത്രയും കട്ടിയും ഘനവും ഉണ്ടാകും. അതിന്റെ വലുപ്പം പറഞ്ഞതാ, കൊട്ടാരത്തിന്റെ അത്ര വലുപ്പം ഉണ്ടാകും. നരകത്തിന്റെ തീപ്പൊരി സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? നരകത്തിന്റെ ഒരു ചുടുകാറ്റ് സഹിക്കാൻ കഴിയോ? എത്രമാത്രം അസഹനീയ ലോകമാണ്. അത് ആലോചിച്ചുകൊണ്ടിരുന്ന് കരഞ്ഞു എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ദക്കർതുന്നാർ ഫബകൈതു, നരകം ആലോചിച്ച് കരഞ്ഞു നബിയെ, കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. നരകത്തിനെ പറ്റി ഓർത്ത് കരഞ്ഞതാണ്. കരഞ്ഞ് കരഞ്ഞ് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ആയത്തുകൾ ഓതിയിട്ട് കരഞ്ഞിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖശിയത്ത് അറിയുമോ? ഏറ്റവും അധികം അല്ലാഹുവിനെ പേടിച്ചതാരാണ്? അഖ്ശാകും ലില്ലാഹി അനാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് ഞാനാണ്. അത്ഖാകും ലില്ലാഹി അനാ, ഏറ്റവും അധികം നിങ്ങളെ കൂട്ടത്തിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആള് ഞാനാണ്. ഏറ്റവും അധികം അല്ലാഹുവിനെ അറിയുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും അല്ലാഹുവിനെ അറിയുന്നത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും വിവരമുള്ളത്. മലക്കുകൾക്ക് മുഴുവനും സഹോദരങ്ങളെ ആകാശ ലോകത്ത് അല്ലാഹു പരിധി വെച്ചിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് മലക്കുകളുടെ പരിധിയുടെ സ്ഥലമാണ്. സിദ്റത്തുൽ മുൻതഹയും കടന്ന് യജമാനനായ റബ്ബിന്റെ ഹദ്റത്തിലേക്ക് പോയിട്ടുള്ള ഒരേ ഒരു വ്യക്തിത്വം, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ലയോ? അല്ലാഹുവിനെ കാണാൻ അല്ലാഹു ഇത്രയും ബഹുമാനം കൊടുത്ത നേതാവ്, ഏറ്റവും അധികം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് അവിടുന്നാണ്. കരഞ്ഞ് കരഞ്ഞിട്ട് തങ്ങളുടെ മുസല്ല മുഴുവനും നനഞ്ഞ്, അതുപോലെ തന്നെ താടിരോമങ്ങളൊക്കെ നനഞ്ഞ്, സുജൂദിന്റെ സ്ഥലങ്ങളൊക്കെ നനഞ്ഞ്, മാറിടം മുഴുവനും നനഞ്ഞ്, ആ കരച്ചിലിന്റെ രംഗം കണ്ട രാത്രിയെ പറ്റി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതമുള്ള സംഭവം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി കരഞ്ഞുകൂട്ടിയതാണ്. അന്നല്ലേ 10 ആയത്തുകൾ അവതരിച്ചത്. സൂറത്തു ആലു ഇമ്രാന്റെ അവസാനത്തിലുള്ള 10 ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ ആകാശഗംഗയിലേക്കും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും അള്ളാഹു നൽകിയിരിക്കുന്ന പ്രകൃതിയുടെ സംവിധാനങ്ങളിലേക്കും നോക്കിയിട്ട് ഓരോ വിശ്വാസിയും ഓതൽ സുന്നത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ الباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാണ്. പിന്നെയും ചോദിക്കുന്ന നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ തന്നെയാണ്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ.
നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് പാപമോചനം തേടുന്ന 5 പ്രാർത്ഥനകൾ അടങ്ങുന്ന ആ 10 ആയത്തുകൾ ആലു ഇമ്രാൻ സൂറത്തിന്റെ അവസാനത്തുള്ള 10 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ആയത്തോടെ അവസാനിക്കുന്ന 10 ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ നല്ലോണം ചിന്തിച്ച് ഓതേണ്ട ആയത്തുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും കൂടുതൽ തങ്ങൾ കണ്ണീരൊഴുക്കി കരയുന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ, ഇങ്ങനത്തെ ഒരു രാത്രി ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത്രയും അധികം തങ്ങൾ കരയുന്നൊരു രാത്രി. ഒരു കരച്ചിൽ കൊണ്ട് മുസല്ലയുടെ സുജൂദിന്റെ ഭാഗം മൊത്തം നനഞ്ഞു. അടുത്തൊരു കരച്ചിൽ കൊണ്ട് മാറിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞു. അടുത്തൊരു കരച്ചിൽ കൊണ്ട് ഇരിക്കുന്നതിന്റെ അത്തഹിയാത്തിലിരിക്കുന്ന കാലിന്റെ ഭാഗങ്ങളിലേക്ക് കണ്ണീർ ഒഴുകിക്കൊണ്ട് അവിടെ നനഞ്ഞു. താടിരോമങ്ങളൊക്കെ നനഞ്ഞു കുതിർത്തു. ഇത്രയും വലിയൊരു കരച്ചിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, ഇന്നത്തെ രാത്രി 10 ആയത്തുകൾ അല്ലാഹു എനിക്ക് ഇറക്കി തന്നു, കരയാതെ ഓതാൻ കഴിയില്ല. നരകത്തെപ്പറ്റി അല്ലാഹു തആല പറയുന്ന കാവൽ ചോദിക്കുന്ന രംഗങ്ങളൊക്കെ, പടച്ചോനെ, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് വീണ്ടും അല്ലാഹുവിനോട് പറയാണ്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. ആരെങ്കിലും നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ നീ അവനെ പറ്റെ അപമാനിതനാക്കി പരാജയപ്പെടുത്തി. അല്ലാഹ്, നരകത്തിലാണോ നീ ഒരാളെ കൊണ്ടുപോയിടുന്നത്, അതിലേറെ വലിയൊരു പരാജയം പിന്നെ അവന് വേറെ കൊടുക്കാനില്ല. വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആ നരകക്കാരായ അക്രമികൾക്ക് ഒരു സഹായിയുമില്ല, ഒരു സംരക്ഷകനുമില്ല. ഇതൊക്കെ ദ്വാരുന്നിട്ട് എത്ര നേരമാണ് ഹബീബ് റസൂലുള്ളാഹി എന്ന് പറയുന്ന സംഗതി അറിയില്ല. ഖശിയത്ത് എന്താന്ന് അറിയണമെങ്കിൽ സഹോദരങ്ങളെ, ഇൽമു വേണം. അല്ലാഹു നമുക്ക് ഇൽമു ഏറ്റിത്തരട്ടെ, തഖ്വ അല്ലാഹു ഏറ്റിത്തരട്ടെ. ഇൽമും തഖ്വയുമുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒന്നാണ് ഖശിയത്തുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭക്തി. ആ ഭക്തിയുള്ളവർക്ക് ഒറ്റക്കിരുന്ന് ചിന്തിക്കാനും പടച്ചോനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചുകൊണ്ട് കരയാനും കഴിയും. ആണിനും കഴിയും, പെണ്ണിനും കഴിയും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അദാബൊന്നും കാണാതെ, ശിക്ഷയൊന്നും കാണാതെ കരയുന്നവർ, പേടിക്കുന്നവർ. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹുവിനെ കാണാതെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കാണാതെ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല. ഈ ശിക്ഷയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കണ്ടിട്ടില്ലല്ലോ. അത് പഠിപ്പിച്ചു തന്ന സ്വഹാബത്തിനെയും കണ്ടിട്ടില്ല. അവർ പഠിപ്പിച്ചു കൊടുത്ത താബിയുകളെയും കണ്ടിട്ടില്ല. ആത്മവിശ്വാസത്തോടെ വിശ്വസിച്ച് ഭക്തിയോടെ ഇതൊന്നും കാണാതെ പഠിപ്പിച്ച ആളുകളെയൊന്നും കാണാതെ പേടിക്കുന്നവർ. അല്ലെങ്കിലോ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് പേടിക്കുന്ന ആളുകൾ അസാന്നിധ്യത്തിലാണ് പേടി. ആരും കാണാത്തിടത്ത് അല്ലാഹുവിനെ പേടിക്കുക. സീക്രട്ടായുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കുക. സ്വകാര്യതയിലുള്ള പേടി. ബാപ്പ കാണുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, നാട്ടുകാര് അറിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, കൂട്ടുകാര് അറിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, ഇവിടെ CCTV ക്യാമറയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. ബിൽ ഗൈബ്, റബ്ബിനെ കാണാതെ റബ്ബിനെ പേടിക്കുന്ന ആളുകൾ സ്വകാര്യതയിൽ. ഈ പേടിക്കുന്ന ആളുകൾ സ്വകാര്യതയിലാണ് പേടി. സ്വകാര്യതയിൽ തെറ്റ് ചെയ്യാനല്ലേ സഹോദരങ്ങളെ പലപ്പോഴും മനുഷ്യ മനസ്സിന് തോന്നുക. അനാവശ്യങ്ങൾ കാണാനും കേൾക്കാനും ചെയ്യാനും തോന്നുന്നൊരു സമയം. ആ സ്വകാര്യതയിൽ പടച്ച റബ്ബിനെ പേടിക്കുന്നവർ, പേടിച്ച് കഴിയുന്നവർ, ജനങ്ങൾ ആരും കാണാത്ത നിലക്കാണ്
ആളുകൾക്കാണെങ്കിലും അവർക്ക് പേടിയുണ്ട്. അങ്ങനെ പേടിക്കുന്ന ആളുകൾ. അപ്പൊ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ പേടിക്കുന്നവർ, പേടിക്കപ്പെടുന്ന വിഷയങ്ങളൊന്നും കാണാതെ പേടിക്കുന്നവർ. എന്തെല്ലാം പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്നും കണ്ടിട്ടില്ല, മൗത്ത് അനുഭവിച്ചിട്ടില്ല, മൗത്തിന്റെ നേരത്തുള്ള കാഠിന്യമായ അവസ്ഥ അനുഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഖബർ അനുഭവിച്ചിട്ടില്ല, പരലോകം ഒന്നും കണ്ടിട്ടില്ല, കാണാതെ പേടിക്കുന്നവർ. രണ്ടാമത്തെ വ്യാഖ്യാനം, ഈ പേടിക്കുന്ന ആള് സ്വകാര്യതയിലാണ്, ജനങ്ങളെ കണ്ണിൽ നിന്നൊക്കെ മറഞ്ഞ് സ്വന്തക്കാരും കൂട്ടുകാരും കുടുംബക്കാരും ആരും കാണാത്തിടത്തും പടച്ച റബ്ബിനെ പേടിക്കുന്നു. യഥാർത്ഥത്തിലുള്ള പേടിയല്ലേ അത്? പടച്ച റബ്ബിനെ പേടിക്കുന്ന ആളുകൾക്ക് ചില അടയാളങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് പറയട്ടെ, ഞാനത് പറയാം. ഭൂമിയിൽ അള്ളാഹുവിനെ പേടിച്ചാണ് അവൻ ജീവിക്കുന്നത് എന്നുള്ളതിന് ബാഹ്യതലത്തിൽ ചില അടയാളങ്ങളൊക്കെയുണ്ട്. ആ അടയാളങ്ങൾ തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അടയാളങ്ങളുള്ള മനുഷ്യന്മാരെ കണ്ടാ മനസ്സിലാക്കാം ഓൻ പടച്ചോനെ പേടിയുള്ള ആളാണ്, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ്, ആണും പെണ്ണും. ബിൽ ഗൈബ് എന്നതിന്റെ മൂന്നാമത്തെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ. ബിൽ ഗൈബി, ആരും കാണാത്ത, ടോർച്ചടിച്ചു നോക്കിയാലും കാണാത്ത ഒരവയവം അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടില്ലേ, അതല്ലേ ഖൽബ്. മറഞ്ഞു കിടക്കുന്ന ഒരു അവയവം കൊണ്ട് അല്ലാഹനെ പേടിക്കുന്നവർ. നാവിന്റെ പേടി പോരാ, കയ്യെഴുത്തിന്റെ പേടി പോരാ, കാണുമ്പോഴുള്ള പേടി പോരാ, യഥാർത്ഥ പേടി ഖൽബ് കൊണ്ടുള്ള പേടിയാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ബിൽ ഗൈബി, മറഞ്ഞ ഒരു അവയവം കൊണ്ട്. ഏതാണ് മറഞ്ഞ അവയവം? ഖൽബാകുന്നു. ആ ഖൽബ് കൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ, അവരെ മനസ്സ് തന്നെ പേടിയുടെ ഊക്കുകൊണ്ട് കത്തിക്കരിയുന്ന മനസ്സാണ്. മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ പേടി പിടിച്ചിട്ട് പുറത്തേക്ക് ആ പേടിയുടെ അടയാളങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞില്ലേ, തങ്ങൾ നിസ്കരിക്കുമ്പോ തങ്ങളുടെ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ അകത്ത് നിന്ന് ഞങ്ങൾ കേട്ടിരുന്നു, അസീസൻ കഅസീസിൽ മിർജലി മിനൽ ബുക്കാ, കരഞ്ഞിട്ട് ചട്ടി തിളക്കും പോലെ, അടുപ്പിന്റെ മുകളിൽ വെച്ച ചട്ടി പതച്ച് തിളക്കുന്നത് പോലത്തൊരു ശബ്ദം അവിടുത്തെ സ്വദറിൽ നിന്ന്, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേട്ടിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു പതപതക്കുന്ന ശബ്ദം നിസ്കരിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനെ പേടിച്ചിട്ട്, അള്ളാഹുവിനെ പേടിച്ചിട്ട്. അങ്ങനൊക്കെ ഒരു നിസ്കാരം, ഒറ്റ നിസ്കാരം കിട്ടിയാൽ, പുറത്തൊന്നും ആരുടെയും ഒരു ശബ്ദവും ഒന്നും ശ്രവിക്കാത്തൊരു നിസ്കാരം കിട്ടിയാൽ, ആ നിസ്കാരക്ക് എന്തൊരു നിസ്കാര സഹോദരങ്ങളെ. നമ്മളൊക്കെ നിസ്കാരങ്ങൾ ലോക്കൽ നിസ്കാരല്ലേ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേൾക്കുമ്പോഴേക്കും മുഴുവൻ ശ്രദ്ധയും അതിലേക്ക്. ഒരൊച്ചപ്പാടും ഇല്ലാതെ തന്നെ നമ്മളെ ഖൽബ് വേറെയും നാവ് വേറെയല്ലേ. പലപ്പോഴും അങ്ങനല്ലേ ആകുന്നത്. മനസ്സും പറയുന്ന നാവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു നിസ്കാരം. മഹാന്മാരുടെയൊക്കെ നിസ്കാരത്തിന്റെ സ്വഭാവം അങ്ങനല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന്, അവിടുത്തെ ഉള്ളറകളിൽ നിന്ന് ചുട്ട ലിവർ മണക്കുന്ന, ചുട്ടെടുത്ത ലിവറിന്റെ വാസനയില്ലേ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ അകത്ത് നിന്ന് കത്തിക്കരിയുന്നൊരു മണം പുറത്തേക്ക് വന്നിരുന്നു, അല്ലാഹുവിനെ പേടിച്ചതിനാൽ. അതുകൊണ്ടാണ് ബിൽ ഗൈബ് എന്നതിന് ഖൽബ് കൊണ്ടുള്ള ഖൗഫ് എന്ന് പ്രത്യേകം തഫ്സീർ എഴുതിയത്. ആ ഖൗഫ് യഥാർത്ഥത്തിലുള്ള ഖൗഫ് അങ്ങനെയാ, പറച്ചില്ലൊന്നുള്ള. നാവ് മാത്രം അറിഞ്ഞിട്ടല്ല, ശരീരം മാത്രം അറിഞ്ഞിട്ടല്ല, കുടുംബക്കാരറിഞ്ഞിട്ടല്ല, ഖൽബ് കൊണ്ടുള്ള പേടി. അങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഓഫർ എന്താ? ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ഭക്തിയുള്ളവർക്ക് ലഹും മഗ്ഫിറ, അവർക്ക് വലിയ പാപമോചനമുണ്ട്. ഭക്തിയുള്ളവരാണല്ലോ എന്ന നിലക്ക് സഹോദരങ്ങളെ, ആ ഭക്തി കണക്കാക്കി ദോഷങ്ങൾ മുഴുവനും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നു.
എത്ര ചെറിയ വലിയ തെറ്റുകളാണെങ്കിലും ഭക്തിയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്, ഭക്തന്മാർക്ക് അല്ലാഹുവിന്റെ മോചനമുണ്ട്. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്തിയുള്ള ആളുകൾക്ക് ദുനിയാവിൽ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, അവര് പേടിച്ച പേടികൾ, അതിന്റെ ഊക്കുകൊണ്ട് അല്ലാഹു വലിയ കൂലി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഭക്തന്മാരായ ആളുകളൊക്കെ അർശിന്റെ തണലിലാണല്ലോ ജീവിക്കുന്നത്, അർശിന്റെ തണലിലാണല്ലോ നിലകൊള്ളുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞുപോയ മനുഷ്യൻ ഒറ്റക്കിരുന്നു കൊണ്ട് കുടുംബങ്ങളിൽ നിന്നൊക്കെ ഖാലിയായി, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, അർശിന്റെ തണൽ കൊള്ളുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞ പദങ്ങൾ പറഞ്ഞു. ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ കാര്യമായി ഒന്നും ചെയ്തില്ലല്ലോ. പടച്ച റബ്ബ് എത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നത്. എന്റെ ബാപ്പയും എന്റെ ഉമ്മയും അനുഭവിക്കാത്ത സുഖങ്ങൾ എനിക്ക് തന്നു. എന്റെ വല്യുപ്പമാര് ജീവിക്കാത്ത സുഖാനുഭൂതിയിൽ ഞാൻ ജീവിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അനുഗ്രഹത്തിന് നന്ദിയായിട്ട് എന്ത് ചെയ്തു? നിസ്കാരം അതിന് നന്ദിയായി പറയാൻ പറ്റുമോ? അതിന്റെ ഏതെങ്കിലും ഒരു നാലരയെത്തുമോ സഹോദരങ്ങളെ ആ നിസ്കാരം? ബാധ്യതകൾ എത്രയും ഇനി ബാക്കിയുണ്ട്, സമയങ്ങൾ എത്രയാൻ വെറുതെയാൻ ചെലവാക്കി കളഞ്ഞു. ആലോചിച്ചുകൊണ്ട് പേടിയോടെ കരഞ്ഞ മനുഷ്യനില്ലേ, അല്ലാഹുവിലേക്ക് മടങ്ങാനാണ് അവന്റെ കരച്ചില്, വേറെ ഒന്നും കിട്ടാനല്ല. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയ മനുഷ്യൻ, ആ മനുഷ്യനെ അർശിന്റെ തണൽ നൽകുന്നു. ആണാകട്ടെ പെണ്ണാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിന്റെ മൂർച്ച കൊണ്ട് അതാ സ്വന്തം ശരീരത്തിന്റെ ഇംഗിതം നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാണിനെ പെണ്ണ് വിളിച്ചു, അല്ലെങ്കിൽ പെണ്ണിനെ ആണ് വിളിച്ചു. വിളിച്ചപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം, നിന്റെ വീട്ടിലേക്ക് വരാനും നിന്നെ കൊണ്ടുപോകാനും ആരും കാണാത്തിടത്ത് വെച്ച് നിന്റെ ശരീരം കൊണ്ട് സുഖിക്കാനും എനിക്കൊരു തടസ്സമോ പ്രയാസമോ ഇല്ല. സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെയാണ്. പക്ഷേ ഞാൻ വിഷയമാക്കി കളയുന്നൊരു വിഷയം ഉണ്ട്, അതുകൊണ്ടാ ഞാൻ വരാത്തത്. ഇന്നി അഖാഫുല്ലാഹ്, ബാപ്പ അറിയുമോ ഉമ്മ അറിയുമോ എന്ന ഭയമല്ല, നാട്ടുകാരെങ്കിലും അറിഞ്ഞിട്ട് എനിക്കൊരു കുപ്രസിദ്ധി ഉണ്ടാകുമെന്ന പേടിയല്ല, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്നൊരൊറ്റ മറുപടി കൊണ്ട് പിന്തിരിഞ്ഞു മാറിയവർ അവർക്ക് അർശിന്റെ തണലാണ്. സുഖജീവിതമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അജ്റുൻ കബീർ, അതിമഹത്തായ കൂലിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കൂലി കൊടുക്കുന്നൊരു രംഗമാണ് പരലോകത്ത്. സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള സുഖങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. പ്രധാനമായും ഉള്ള ഒന്നാണ് അർശിന്റെ തണൽ. ചുട്ടുപൊള്ളുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ രംഗത്ത് അർശിന്റെ തണൽ കിട്ടാൻ മോഹിക്കാത്തവരാരാണ്? സഹോദരങ്ങളെ, അർശിന്റെ തണലിന് വേണ്ടി കേഴാത്തവരാരാണ്? ഈമാനുള്ള ആളുകളെ മുഴുവനും അർശിന്റെ തണലിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതരുത്. ഈമാനുള്ളവർക്ക് മുഴുവനുമായിട്ടും ഉള്ളതല്ലാതെ പ്രത്യേക കാറ്റഗറിയിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമുള്ളതാണ്. 7 വിഭാഗങ്ങൾ മാത്രമാണോ? അല്ല, 77 വിഭാഗങ്ങളെ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ എണ്ണി പറഞ്ഞതു കാണാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നേരത്തെ ആ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ 7 വിഭാഗമല്ല, വേറെയും കുറെ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ എണ്ണത്തിൽ ഇല്ലാത്ത ഒന്നാണ് വാസിലുർ റഹീം, കുടുംബബന്ധം പുലർത്തുന്നവന് അർശിന്റെ തണൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണ് ഭർത്താവൊക്കെ മരണപ്പെട്ട് ചെറിയ കുട്ടികളെ ബാക്കിയാക്കിയിട്ട് ഭർത്താവ് പിരിഞ്ഞുപോയി. ആ ചെറിയ യത്തീം കുട്ടികളെ പോറ്റി വളർത്തിയിട്ട് പഠിപ്പിച്ച് അവരെ നല്ല ഒരു ജീവിതം കൊടുത്ത് ദീനിയായി വളർത്തി പോറ്റി വളർത്തിയ ഉമ്മ, ആ പെണ്ണിനെ അർശിന്റെ തണലുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന് ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല ഉമ്മ അനുഭവിക്കുക.
ബാപ്പ ഇല്ലാത്ത ആ റോളും കൂടി ഉമ്മ കൈകാര്യം ചെയ്യണ്ടേ? ഉമ്മാന്റെ സ്വന്തമായിട്ടുള്ള ചില കൈകാര്യങ്ങളുണ്ട്, അതിന്റെ പുറമെ ബാപ്പാന്റെ സ്ഥാനം കൂടി ഉമ്മ വഹിക്കണം. ചെറിയ കഷ്ടപ്പാടൊന്നും പോരാ. ആ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ആ പെണ്ണിന് അർശിന്റെ തണലുണ്ട്. അത് ചെറിയ സന്തോഷമൊന്നുമല്ല. അങ്ങനെ പല ആളുകൾക്കും ഓഫറുണ്ട്. എല്ലാവരും അതിൽ പെടും എന്ന് കരുതരുത്. അതിൽ പെടാൻ വേണ്ടി അധ്വാനിക്കണം. അതിനൊക്കെ ഉള്ളതാണ് ഈ ലോകം. വലിയ കൂലി എന്ന് പറഞ്ഞാൽ അത് മുതൽ അങ്ങ് കൂട്ടണം. ദുനിയാവിന്ന് ഖബറിന്ന് എഴുന്നേറ്റ് വന്നത് മുതൽ സ്വർഗലോകത്തെത്തുന്നത് വരെയുള്ള സ്വർഗത്തിലെത്തിയിട്ടുമുള്ള കൂലി. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. പാപങ്ങൾ തന്നെ പുറത്തു കിട്ടിയാൽ എത്ര വലിയ സന്തോഷാണ്. പടച്ച റബ്ബിനെ നന്നായി പേടിക്കണം. അള്ളാഹു അവനെ കുറിച്ചുള്ള പേടി നമുക്ക് അള്ളാഹു തആല അധികരിപ്പിക്കുമാറാകട്ടെ. മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രതീക്ഷ എല്ലാവർക്കും വേണം, ഞാൻ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷയ്ക്ക് മുമ്പ് പേടിയാണ് വേണ്ടത്, ഭയമാണ് ആദ്യം വേണ്ടത്. എന്തേ കാരണം? സ്വർഗവും നരകവും രണ്ടും അള്ളാഹു തആല സൃഷ്ടിച്ചു സംവിധാനിച്ചു. സ്വർഗത്തിൽ എത്തണമെങ്കിൽ നരകത്തിന്റെ മുകളിലൂടെ നടന്നു പോകണ്ടേ? ഓടിയിട്ടാണെങ്കിലും വാഹനത്തിലാണെങ്കിലും സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല വെച്ചിരിക്കുന്നത് എവിടെയാ സഹോദരങ്ങളെ? നരകത്തിന്റെ മേലെയാണ് മേൽപ്പാലം. സിറാത്ത് എന്ന് പറയുന്ന പാലം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് നരകത്തിന്റെ മുകളിലാണ്. നരകത്തിന്റെ മുകളിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് ഒരു വഴിയുണ്ടോ? ഒരൊറ്റ വഴിയുമില്ല. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് മുമ്പ് ഭയമാണ് വേണ്ടത്. ഖൗഫും റജാഉം രണ്ടും വിശ്വാസിക്ക് വേണം. ആദ്യം വേണ്ടത് ഏതാണ്? മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്തിയാണ് ആദ്യം വേണ്ടത്, ഭയമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, വഇം മിൻകും ഇല്ലാ വാരിദുഹാ. നരകത്തിലൂടെ ഒരു യാത്ര നിങ്ങൾ എല്ലാവരും നടത്തും. നരകത്തിന്റെ മേൽഭാഗത്താണ് സിറാത്തുള്ളത്. അതേ പതുങ്ങിയിട്ട് നടക്കുന്നവരുണ്ട്. ഇടക്കിടക്ക് വീഴാൻ പോകുമോ എന്ന് കരുതിയിട്ട് നടക്കുന്നവരും ഉണ്ട്. ഹൈസ്പീഡിൽ പോകുന്നവരൊക്കെ ഉണ്ട്. അമലിന്റെ കുറവ് കൊണ്ട് വളരെ പേടിയോടെ നീങ്ങുന്ന മനുഷ്യൻ ഒന്ന് അക്കരെ എത്തിയാൽ അൽഹംദുലില്ലാ എന്നൊരു സന്തോഷത്തിന്റെ വചനം അവൻ പറയുന്നുണ്ട്. അതുവരെ അവന് പ്രതീക്ഷയില്ല. ഭയമാണ്. ഇരുഭാഗത്തും കൊത്തിവലിക്കാൻ കാത്തിരിക്കുന്ന കൊക്കയുമായിട്ട് മലക്കുകൾ. കാത് സംവിധാനിച്ചത് കണ്ടില്ലേ? ചെവിയില്ല മോനെ, എവിടെ കൊളത്തിയാലും വലിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും തൊട്ടു നോക്കൂ, കൊളത്താൻ പറ്റുന്ന ആകൃതിയിലാണ് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. കൊളത്തി വലിക്കാൻ പറ്റും, കറക്റ്റ് പിടിക്കും. എവിടെ കൊളത്തിയാൽ എവിടെയും ഒരു കുഴിയില്ലേ, ഒരു ഒടിവ്, ഒരു വളവില്ലേ, ഒക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ളത് അല്ലല്ലോ? അല്ല. അതിനെ അങ്ങനെ വെച്ച് എന്തിനാ അത്രയും തോന്നെ മടക്ക് എന്നൊക്കെ കരുതിയല്ലേ? ഇവിടെ കൊളത്തിയാലും വലിക്കാം, ഇവിടെ കൊളത്തിയാലും വലിക്കാം, മേലെ കൊളത്തിയാലും വലിക്കാം, എങ്ങനെ കൊളത്തിയാലും വലിക്കാം. ആ വലി കൃത്യമായിരിക്കും, തെറ്റിപ്പോകൂല. അങ്ങനെ കൃത്യമായി ചെയ്യുന്ന ആൾക്കാരാണ് മലക്കുകൾ. കൃത്യതയോടെ കാര്യം ചെയ്യും. അപ്പൊ അവിടെ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ വല്ലാത്തൊരു സംഗതി തന്നെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വല്ലാത്ത പേടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിന്നുള്ള വിറക്കുന്ന ശബ്ദം അത് ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു. പക്ഷികൾ ഒച്ച വെക്കുന്ന കുറെ ദൂരത്തുനിന്ന് കേൾക്കൂലേ? അതുപോലെ കേൾക്കും. പക്ഷികൾ ഇപ്പൊ കുറെ ഒരേ ദൂരത്തുള്ള മരങ്ങളിൽ ഇരുന്നിട്ട് കുറെ പക്ഷികൾ ശബ്ദിക്കാണ്, നമ്മൾ കേൾക്കൂല. ഇങ്ങോട്ട് പക്ഷികൾ നമ്മൾ കാണുന്നുണ്ടാകൂല. അത്ര ദൂരത്തുനിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖൽബിന്റെ വിറക്കുന്ന സൗണ്ട്, ഖൽബ് പിടക്കുന്ന സൗണ്ട് ദൂരത്തുനിന്ന് കേൾക്കാമായിരുന്നു. പടച്ച റബ്ബിനെ പേടിച്ചിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വർത്തമാനം തന്നെ അങ്ങനെയല്ലേ? ഇഷ്ടംപോലെ ആടുകളും ഒട്ടകങ്ങളൊക്കെ അള്ളാഹു നൽകിയ നല്ലൊരു സമ്പന്നനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ പടച്ച റബ്ബിനെ പേടിച്ചിട്ട് എത്ര സമ്പത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ വന്നിട്ട് മലക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഒരു ദിവസം. ആടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പശുക്കളുണ്ട്, അതുപോലെ തന്നെ കാളകളുണ്ട്. കാള അറിയില്ല മോനെ? കാളുണ്ട്, ഒക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. ചോദിച്ചു മലക്ക് വന്നിട്ട്, ഇതൊക്കെ ആരുതാണ്? ഏത്
ഈ കാണുന്നതൊക്കെ ആരതാണ്? നമ്മളോട് നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഒരു 10 ആടുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ എന്ത് പറയും? 5 എണ്ണം എന്റേതാണ്, 5 എണ്ണം അനിയന്റേതാണ്, 2 എണ്ണം അയലക്കത്ത് വിട്ടത് പറയില്ലേ? ഓ നമ്മളൊരു അവകാശം, എന്താണ് ഈ സ്ഥലമൊക്കെ ഇതൊക്കെ എന്റേതാ, ഓ നമ്മൾ കൊണ്ടുപോവല്ലേ. ഇത്രയും സ്വത്തുണ്ടായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദ്യം ഇതൊക്കെ ആരുതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്റെ മറുപടിയിലില്ല, അള്ളാഹുവിന്റെ അവകാശത്തിലുള്ളതാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വലാകിൻ ഫീ മുൽക്കി, എങ്കിലും ഒരു ചെറിയ സൂക്ഷിപ്പിന് വേണ്ടി ഇപ്പൊ എന്റെ കൈവശത്തിലുള്ളത്. എന്റേതാണെന്ന് പറഞ്ഞില്ല, മറുപടി പോലും ശ്രദ്ധിക്കണം. ഇതൊക്കെ ആരുടേതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്വന്തമാണോ? സ്വന്താണ്. പക്ഷെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അങ്ങനെയാ, അള്ളാഹുവിൻ്റെതാണ്, എന്റേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇപ്പൊ ഞാനാണത് നോക്കി നടത്തുന്ന ആള്, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ തിരിച്ചാ മറുപടി, ഇതൊക്കെ എന്റേതാ, ആ മതിൽക്കെട്ട് വരെ എന്റേതാ, അതിന്റെ അപ്പുറം എന്റേതാ, ഓ എത്ര എന്റേത്, ഒക്കെ നമ്മളതല്ലേ. പടച്ച റബ്ബിനെ പേടിച്ചിട്ടുള്ള മറുപടിയാണ്. ആ പേടിയുള്ള ആളുകൾക്ക് അള്ളാഹു പറയുന്ന ലക്ഷണങ്ങൾ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. ബശ്ശിരിൽ മുഖ്ബിതീൻ, ഭക്തന്മാർക്ക് സന്തോഷം അറിയിക്കൂ നബിയേ. അള്ളാഹുവിനെ ഭക്തി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, പടച്ച റബ്ബിനെ സ്മരിക്കപ്പെട്ടാൽ അവരെ ഖൽബ് പേടിച്ചു പോകും. അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തന്നെ നമ്മുടെ കഥ കഴിഞ്ഞില്ലേ. പൂർവികരൊക്കെ നോക്ക് നിങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രദേശത്ത് സംവിധാനങ്ങളില്ലാത്ത വീടുകൾ കുറവായിരിക്കും. എല്ലാ വീടുകളിലും സംവിധാനങ്ങൾ അധികരിച്ചായിരിക്കും അല്ലേ? എല്ലാ വീടുകളും ഉണ്ടാവും, മിക്ക വീടുകളും ഉണ്ടാവൂലേ? അരക്കുന്ന മെഷീൻ ഉണ്ടാവൂലേ? തേങ്ങയും മറ്റൊക്കെ അരക്കുന്ന എല്ലാ വീട്ടിലും ഇല്ലേ? എല്ലാ വീട്ടിലും ഉണ്ടാകും. അലക്കുന്ന മെഷീൻ ഇല്ല? അലക്ക് മെഷീൻ, ഓ അതുണ്ട്. എയർ കണ്ടീഷൻ മെഷീൻ ഇല്ലേ? തണുപ്പ് തരുന്ന AC, അതുണ്ട്. പിന്നെ ഏതല്ലാത്ത? ഒരു 10 കൊല്ലം മുമ്പോട്ട് ചിന്തിക്ക്. ഉപ്പാപ്പമാര്, കിടക്കുന്ന ഉപ്പാപ്പമാരായ ആളുകളൊക്കെ ജീവിച്ച കാലം ഈ സൗകര്യങ്ങളിൽ പലതും സ്വപ്നമാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാ. നമ്മൾ എന്തേ ചെയ്തത്? ആ AC ഒക്കെ ഉള്ള വീട്ടില് കൂർക്കം വലിച്ചുറങ്ങിയിട്ട് ഈ റോട്ടിലൂടെ അങ്ങ് നടന്നാൽ 100 കണക്കിന് പള്ളിയും പള്ളി മിനാരങ്ങളും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. പള്ളി 1 കിലോമീറ്ററിന്റെ പള്ളി ഇല്ലാത്ത സ്ഥലം ഏതാ ഇവിടെ? ഇങ്ങോട്ട് താഴ്ന്ന് ഇങ്ങോട്ട് കയറിയാൽ ഉണ്ടോ? ഒരൊറ്റ സ്ഥലമില്ല. ഞാൻ വരുമ്പോ ഒരു നോട്ടം നോക്കിയാണ്, ഇറക്കിപ്പെറുക്കി നോക്കിയില്ല, എണ്ണിപ്പെറുക്കി നോക്കിയിട്ടില്ല. നിസ്കാര പള്ളികൾ അത് വേറെ, പക്ഷെ ആളത്ര കുറവാണ്. നിങ്ങൾ നല്ല സൗകര്യമുള്ള നിസ്കാര പള്ളിയിൽ ഞാൻ ഇവിടെ വന്ന് നിസ്കരിക്കാൻ പോയി സുബൈക്ക്. ആ പള്ളിന്റെ ഒരു സൊഫ് പോലും ആളില്ല. ആള് നാട്ടിലില്ലാത്തോണ്ടല്ല, എല്ലാവരും സുഖത്തിലാണ്. എന്ത് സുഖം? ആ AC-ന്റെ സുഖം. കുട്ടികൾ അതാ പറയുന്നത്, AC-ന്റെ സുഖം. ആ സുഖം ദഹിക്കണമെങ്കിലേ പടച്ച റബ്ബ് തന്ന അനുഗ്രഹ ഒന്ന് എഴുന്നേറ്റ് വരണം. ഒന്ന് വാങ്ക് കേട്ടിട്ട് എഴുന്നേറ്റ് വരണം സഹോദര. എഴുന്നേറ്റ് വരാൻ തടസ്സമുണ്ടോ? വീട്ടിൽ 5 ആണുങ്ങളുണ്ടെങ്കിൽ എത്ര വാഹനമുള്ളത്? 5 എണ്ണം. ഇനി ഉമ്മാരത്തും ചേർത്തൊന്ന് 6 എണ്ണം. അപ്പൊ അങ്ങനെയും കൂട്ടണല്ലോ. പഴയ കാലത്ത് അങ്ങനെ കൂട്ടണ്ടില്ലേ? അപ്പൊ അങ്ങനെയും കൂട്ടണം. കോളേജിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ പിന്നെ എണ്ണം കൂട്ടണം, 7, 8 കൂട്ടണം. പക്ഷെ അതൊക്കെ നമ്മളെ താല്പര്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. പടച്ച റബ്ബിനുള്ള ശുക്രായി മാറിയിട്ടില്ല. ശുക്രാണോ? അവിടുന്ന് എഴുന്നേറ്റ് വരണം. ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരണം. വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഇന്നുമുണ്ട്. വാഹനത്തിൽ വരാൻ കഴിയാതെ വെച്ച് നടന്നു വരുന്നവരുണ്ട്. നമ്മൾ നല്ലോണം ചിന്തിക്കണം. ആകെ 13 ജമാഅത്ത് മാത്രമേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് നിർവഹിച്ചിട്ടുള്ളൂ. 13 ജമാഅത്ത് മാത്രമേ വീട്ടിൽ വെച്ച് നിർവഹിച്ചിട്ടുള്ളൂ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഭക്തന്മാരുടെ അടയാളം പറയുമ്പോ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മനസ്സിനൊരു പേടി, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള പേടി. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്.
ആ ആരോഗ്യത്തിനൊരു ചെറിയ പിശക് പറ്റിയാൽ ദുആ ചെയ്യാത്ത സദസ്സുകളുണ്ടോ? വിതുമ്പിക്കരയാത്ത സദസ്സുകളും ഉപ്പമാരും ഉമ്മമാരും ഉണ്ടോ? കുടുംബക്കാര് കരയാത്തവരുണ്ടോ? പക്ഷേ കഴിഞ്ഞ കാല ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു എന്ന് കണക്ക് കൂട്ടുമ്പോ ദ്വാരക്കണോ ദ്വാരക്കണ്ടേ? ദ്വാരക്കണോ ദ്വാരക്കണ്ടേ? ഇഖ്ലാസോടെ ദ്വാരക്കണോ രോഗം മാറാൻ? ആ ആരോഗ്യ സമയത്ത് അദ്ദേഹം നല്ലോണം ദീനിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആഖിറത്തിന് വേണ്ടി ആരോഗ്യം ചെലവഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോ ദ്വാരക്കണ്ടാതെ തോന്നിപ്പോകും പലപ്പോഴും. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് മനസ്സിനൊരു പേടി. ഒന്നാമത്തെ അടയാളം അതാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. രണ്ടാമത്തെ അടയാളം വസ്വാബിരീന അലാ മാ അസ്വാബഹും. എന്ത് വിപത്ത് പറ്റിയാലും ക്ഷമിക്കാനുള്ള കഴിവ്, വിപത്തുകളുടെ മേൽ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ വന്നേക്കാം, ക്ഷമയോടെ നേരിടണം. പരീക്ഷണങ്ങൾ വന്നേക്കാം, ക്ഷമയോടെ നേരിടണം. വിശ്വാസം അവിടെ കളയരുത്. അള്ളാഹുവിനുള്ള അർപ്പണബോധം മുറിഞ്ഞു പോകരുത്. കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് അവസാനിപ്പിക്കരുത്. ദുആ നിർത്തിക്കളയരുത്. സ്വതക്ക കൊടുക്കുന്നത് കുറെ കൊടുത്തു മതിയാക്കരുത്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സ്വബർ വേണം. ഒറ്റ സ്വബറിലും നമ്മൾ ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. 80 കൊല്ലക്കാലം മകനെ കാണാതെ ക്ഷമിച്ചു ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം ചേട്ടന്മാര് ബാപ്പയുടെ അടുത്ത് നിന്ന് അടർത്തിക്കൊണ്ടുപോയിട്ട് പിന്നെ ആ മകനെ കാണുന്നത് 80 കൊല്ലത്തിന് ശേഷമാണ്. ആ 80 കൊല്ലവും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് ഒന്നാണ്. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. മക്കൾ എന്ത് വന്ന് പറഞ്ഞാലും മറുപടി ഒന്നാണ്, മക്കളെ ഞാൻ ക്ഷമിക്കുന്നു, നല്ല ക്ഷമ ഞാൻ സ്വീകരിക്കുന്നു, നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേവലാതിപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്തോ? നിരാശ കൊണ്ട് എന്തെങ്കിലും ഗതികേടുള്ള വാക്കുകൾ പറഞ്ഞോ? ഇല്ല. വേറെ എന്തെങ്കിലും മാർഗങ്ങളിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന മുസീബത്തുകളിൽ ക്ഷമ വേണം. സാമ്പത്തിക രംഗത്ത് ക്ഷീണം വരാം, ശാരീരിക രംഗത്ത് ക്ഷീണം വരാം, കുടുംബപരമായിട്ട് ക്ഷീണം വരാം. നല്ല സ്വബർ വേണം. സ്വബറിനെതിരായിട്ടുള്ളൊരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാകരുത്. കുറെ വന്നിട്ട് ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയരുത്. ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കാനുള്ള നല്ല കഴിവ് വേണം. ക്ഷമ കൊണ്ട് ക്ഷമിക്കാനുള്ള കഴിവ് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എന്നാ പിന്നെ നിങ്ങൾക്ക് സ്വർഗവും അല്ലാഹു തആല തന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വല്ലാത്തൊരു ക്ഷമയാണ് സഹോദരങ്ങളെ. സ്വഹാബി വനിതകളിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു സ്വഹാബിയത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാന് അപസ്മാര രോഗമുള്ള ഒരു പെണ്ണാണ്. അപസ്മാര രോഗം വന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഴും. എപ്പോഴും ഉണ്ട് നബിയെ എനിക്ക് അപസ്മാര രോഗം. ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം. അപ്പൊ ആ പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ബിരി ഫലക്കിൽ ജന്ന. ക്ഷമിച്ചോ പെണ്ണെ, അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഈ രോഗത്തിന് ക്ഷമിച്ചോളൂ. എല്ലാ രോഗവും മാറുമോ? മാറൂല. മാറാത്ത രോഗങ്ങളുണ്ടാവും. അത് ചിലപ്പോ ചില ആളുകൾക്ക് ദറജ കൂടാനായിരിക്കും, ചിലർക്ക് കഫാറത്തായിരിക്കും, ചിലർക്ക് ബാക്കിയുള്ളവർക്ക് ക്ഷമിക്കാനും മറ്റുള്ള വകുപ്പായിരിക്കും. പല രൂപത്തിലും വരാം. ചിലർക്ക് ദുന്യാവിൽ തന്നെ നന്നാകാനുള്ള ചാൻസ് ആയിരിക്കും, ചിലർക്ക് ആഖിറത്തിലേക്ക് ദറജ കൂടാനായിരിക്കും. പല രൂപത്തിലും വരാം. ഇരിക്കട്ടെ, ക്ഷമിച്ചോ പെണ്ണെ, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ഉടനെ പറഞ്ഞു, സഹോദരങ്ങളെ സഹോദരിമാരെ, ക്ഷമിച്ചു നബിയെ. അപസ്മാര രോഗത്തിന് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ തങ്ങൾ എനിക്ക് ദ്വാരക്കണം. ഞാൻ എപ്പ വീണാലും എനിക്കുള്ളൊരു വിഷമം എന്താണെന്നറിയോ? അപസ്മാര രോഗം വന്ന് വീഴുമ്പോ എനിക്ക് ബോധം ഉണ്ടാകൂല. അപ്പൊ എന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ, എന്റെ ജനങ്ങൾ കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ, എന്റെ കാതും എന്റെ കാലും എന്റെ കാലിന്റെ മേൽപോട്ടുള്ള ഭാഗങ്ങളൊക്കെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ എപ്പ വീണാലും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണാതിരിക്കാൻ ഒന്ന് ദ്വാരക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അതിന് ദുആ ചെയ്തു കൊടുത്തു.
പിന്നെ ആ പെണ്ണ് എപ്പ വീഴുകയാണെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗവും വസ്ത്രം വെളിവാകാറില്ല. ആ പെണ്ണിങ്ങനെ പോകുമ്പോ സ്വഹാബത്ത് പറയാറുണ്ട്, സ്വർഗത്തിൽ കടക്കുന്ന ഒരു പെണ്ണിനെ കാണണോ, അങ്ങോട്ട് നോക്കിക്കോളൂ. അപസ്മാര രോഗം വന്നിട്ടും ക്ഷമിച്ചോളാന്ന് വാക്ക് പറഞ്ഞൊരു പെണ്ണാണ്, സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ്. ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ക്ഷമയോടുകൂടെ കാരണങ്ങളുമായി ബന്ധപ്പെടണം. ക്ഷമിച്ചിട്ടും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ കാണാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. മകനെ പറ്റി അള്ളാഹിനോട് പരാതിപ്പെട്ടിട്ടുണ്ട്. മക്കളോട് പോയി തിരയാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ മാറ്റി വെക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ക്ഷമയോടുകൂടെ രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യണം, ദുആ ചെയ്യണം, സ്വതക്ക ചെയ്യണം, ഖൈറാത്തുകളുമായി ബന്ധപ്പെടണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നിർത്താന്നല്ല അതിന്റെ അർത്ഥം. ക്ഷമയോടുകൂടി കാരണങ്ങളുമായി ബന്ധപ്പെടുക, ആവലാദികൾ വേവലാദികൾ ഒഴിവാക്കുക, നിരാശപ്പെടുത്തുന്നൊരു വാക്കും പറയാതിരിക്കുക, ഇനി അത് മാറൂലാന്ന് തീർച്ചപ്പെടുത്തി നമ്മൾ നിശ്ചയിക്കാതിരിക്കുക. അള്ളാഹു അല്ലേ മാറ്റിത്തരുന്നവൻ. ചിലതിന് അള്ളാഹു തആല കുറെ കാലം വെച്ചിട്ടുണ്ടാകും. രണ്ടാമത്തെ അടയാളം വിപത്തുകളിൽ ക്ഷമിക്കലാണ്, പ്രതിസന്ധികളിൽ ക്ഷമിക്കലാണ്. ഇബാദത്തിന്റെ മാർഗം നമ്മുടെ ശരീരത്തിന് സന്നിവേശിപ്പിക്കുന്നതിൽ ക്ഷമ വേണം. സാധാരണ ഒരു ക്ഷമ മാത്രമല്ല, 3 തരം ക്ഷമയുണ്ട്. മഹാന്മാർ എണ്ണി പറഞ്ഞു. അസ്സബ്റു അനിൽ മഅസിയ, ഞാൻ പരത്തി പറയുന്നില്ല, സമയം പരിമിതമാണ്. ദോഷങ്ങളിൽ നിന്ന് ക്ഷമിക്കാനുള്ള കഴിവ് അതൊരു ക്ഷമയാണ്. അസ്സബ്റു അനിൽ ബലാ, പരീക്ഷണങ്ങളിൽ നിന്ന് ക്ഷമിക്കാനുള്ള കഴിവ് ഒരു ക്ഷമയാണ്. അസ്സബ്റു അലത്താ, ആരാധനകളിൽ ക്ഷമിക്കാനുള്ള കഴിവ് 3 ക്ഷമയുണ്ട്. അതിലേറ്റവും വലുത് അസ്സബ്റു അനിൽ മഅസിയ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ്. കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതെ ശരീരത്തെ തടഞ്ഞു നിർത്താനുള്ള ക്ഷമ ചെറിയ ക്ഷമയായിട്ട് കൂട്ടാൻ പറ്റുമോ? സൗകര്യങ്ങൾ ഏറെയാണ്, സംവിധാനങ്ങൾ ഏറെയാണ്, ആരും കാണാത്തതും പലതിനും സംവിധാനങ്ങളും അനുവാദങ്ങളും ഏറെയാണ്. എല്ലാറ്റിനും അനുവാദങ്ങളല്ലേ, അംഗീകാരങ്ങളല്ലേ, തോന്നും പോലെ ചെയ്യാനല്ലേ ഇപ്പൊ അംഗീകാരമുള്ളത്. അവിടെയൊക്കെ ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ വലിയ കഴിവ് വേണം. അപ്പൊ നല്ല സ്വബർ അത് രണ്ടാമത്തെ അടയാളമാണ്. വസ്വാബിരീന അലാ മാ അസ്വാബഹും, മൂന്നാമത്തെ അടയാളം വൽ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്. ഒന്ന് പറയട്ടെ സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരോട് സ്നേഹിതന്മാരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കളിയിൽ ഏർപ്പെട്ടാലും നിസ്കാരം ഖളാക്കുന്നൊരു കളിയും നടത്തരുത്. അത് ഏത് കളിയാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, വൈകുന്നേരം തുടങ്ങിയിട്ട് ഇശാ വരെ നീണ്ടു നിൽക്കുന്നതാണ്. നമുക്കവിടെ അസുറിന്റെ ഒരു ബാധ്യതയുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ അന്ന് നിർത്തിയേക്കണം സഹോദരാ. ദുനിയാവിന്റെ കളി നിന്നെ വഞ്ചനയിൽ വീഴ്ത്തിപ്പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് കൈകടിക്കേണ്ടി വരും. വൽ മുഖീമിസ് സ്വലാ, ഉപ്പമാരോട് പറയട്ടെ, ലാഘവത്തോടെ കാണേണ്ടതല്ല നിസ്കാരം. നിസ്കാരത്തിനല്ലേ ആദ്യമായി കൽപ്പന പുറപ്പെടുവിക്കാൻ നമ്മോട് പറയുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കല്ലേ 7 വയസ്സ് പ്രായമാകുന്നത്. ഇതില് 2ാം ക്ലാസ് വരണ്ടാ? ഉണ്ട്, 2ാം ക്ലാസ് വരണ്ട്. ഈ ബാക്കിലുള്ളവർ എത്രാം ക്ലാസ്സിലാ? ഇതിന്റെ ബാക്കിലുള്ളവർ, അതിന്റെ ബാക്കിലുള്ളവർ 3ലാ 4ലാ? അപ്പൊ നമ്മളെ വാപ്പാർക്കും ഉമ്മാർക്കും ഒരു ഒഴിഞ്ഞു മാറുന്നൊരു ശൈലിയുണ്ട്. പിള്ളാരല്ലേ, അവർ 4ലല്ലേ എത്തിയിട്ടുള്ളൂ, 5ലല്ലേ എത്തിയിട്ടുള്ളൂ, 10ാം ക്ലാസ്സിലല്ലോ, കല്യാണം കഴിച്ചൊരു കുട്ടിയൊന്നും ആയിട്ടില്ലല്ലോ, എന്തിനാ ഇപ്പൊ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞ്? നമ്മൾ തന്നെ അങ്ങനല്ലേ, നിങ്ങൾ തന്നെ അങ്ങനെ ജീവിച്ചെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത തലമുറ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളെ തീരുമാനം. എന്നാ പിന്നെ നമ്മൾ വളരുന്നത് വെറുതെ. എങ്ങനെയാണ് ദീന് പഠിപ്പിച്ചത്? നിങ്ങളെ ഞൈഞ്ഞ എങ്ങനെയെന്നല്ല, നിങ്ങളെ ഞൈഞ്ഞ സ്വഭാവം എങ്ങനെയെന്നല്ല ദീന് ചോദിക്കുന്നത്. ദീൻ എങ്ങനെ പഠിപ്പിച്ചത്? മുറു ഔലാദക്കും ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീൻ, 7 വയസ്സ് പ്രായമായാൽ മക്കൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. രക്ഷിതാക്കൾക്ക് നിർബന്ധ ബാധ്യതയാണത്, സുന്നത്തല്ല.
5 വക്ത് നിസ്കാരം മക്കളെ പരിശീലിപ്പിക്കേണ്ട തുടക്കം 7ാമത്തെ വയസ്സിലാണ്. കുട്ടി 2ാം ക്ലാസ്സിലായിട്ടുണ്ടാവുള്ളൂ. എന്താ തോന്നുന്നത്? ഒരു പീഡനാൻ തോന്നുന്നുണ്ടാ? ദീനിന്റെ നിയമമാണ് പറഞ്ഞത്. അംഗീകരിക്കാനുള്ള കഴിവ് വേണം, അനുസരിക്കാനുള്ള ബുദ്ധി വേണം, തീരുമാനം വേണം. നമ്മളും ഇപ്പൊ ചെറുപ്പത്തിൽ കുറെ കളിച്ചിരുന്നില്ലേ? അവരും കളിച്ചോട്ടെ. അങ്ങനെ ഞങ്ങൾ വെക്കുന്നത് നബി ഞങ്ങളെ തലയിലും കയറി കളിക്കണം. അങ്ങനെ വേണ്ടത്. ആ അഭിപ്രായമാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് ശരിക്കും. കാരണം മക്കളെ തള്ളിവിടുന്ന നരകത്തിലേക്ക് തള്ളിവിടുന്ന വാപ്പാരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. നല്ല കർശനമാക്കണം നിസ്കാരത്തിന്റെ വിഷയം. അതിലൊരു വിട്ടുവീഴ്ചക്ക് ഒരു വാപ്പയും ഒരു ഉമ്മയും സപ്പോർട്ട് നിൽക്കരുത്. പ്രത്യേകിച്ച് സുബിഹി വാങ്ങ് കൊടുക്കുമ്പോഴേക്ക് 2ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള സർവണ്ണത്തിനെയും വിളിച്ചുണ്ടണം. അതല്ലേ ഈ കൽപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചോറിച്ചാ ചായ കുടിച്ചാ ബാത്റൂമിൽ പോയാ പോയി എന്നാ പറയും. അതുപോലൊരു കൽപ്പന നിസ്കാരം. അതൊക്കെ ഹലാലാ. ഭക്ഷണം കഴിക്കല്, ഉറങ്ങല്, ബാക്കിയൊക്കെ ഹലാലാ. ഇത് നിർബന്ധ. നിസ്കാരം നിർബന്ധമാണ്. നിർബന്ധമായി തന്നെ കൽപ്പിക്കണം. ഇപ്പൊ 3ലും 4ലും 5ലും 6ലും 7ലും എത്തിയിട്ട് 5 വക്ത് നിസ്കരിക്കാത്ത അവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മളാണ് അവിടെ ദുർബലര്. ആര്? ബാപ്പയും ഉമ്മയും വല്ലിപ്പയും ബാക്കിയുള്ള കുടുംബക്കാരും അടങ്ങുന്ന ഈ സമൂഹം. ഉപ്പാപ്പയും ഉപ്പാനുപ്പാപ്പയും ഉമ്മാമ്മമാനന്മാരെയും കാര്യമില്ല. കുട്ടികളെ കളിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതിനല്ല അള്ളാഹു നമുക്ക് ദീർഘായുസ് തന്നത്. ദീനിയായിട്ട് അവരെ വളർത്താനാ. കൊഞ്ചിക്കണം, കളിപ്പിക്കണം ഒക്കെ വേണം. കളിക്കോപ്പുകളൊക്കെ വാങ്ങിക്കൊടുക്കണം അതിന്റെ പ്രായത്തില്. 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. 10ാം വയസ്സിൽ ഒരു കുട്ടി എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലല്ലേ എത്തുന്നുള്ളൂ അല്ലേ? 5 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. മദ്രസിലെത്തിയിട്ട് 5 കൊല്ലം 5ാം ക്ലാസ്സിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സെത്തിയിട്ട് അടിച്ചിട്ടുണ്ടോ? അതൊന്നും വേണ്ട ഉസ്താദേ. നമ്മൾ തന്നെ അങ്ങനെയാണ്. നമ്മളല്ലേ നിസ്കാരം തുടങ്ങി തന്നെ പെണ്ണിട്ടി 2 കുട്ടികളായിട്ടാണ്. പിന്നെ ഇപ്പൊ എന്താ ഈ കുട്ടികളെ പറയാൻ കാരണം അല്ലേ? പിന്നെന്താ നമ്മൾ അവരെ പറയാം? നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? അതുപോലെ തന്നെ അവരും വളർന്നോട്ട് അങ്ങനെ വെക്കണ്ടി. നമ്മൾ ആ ജാഹിലിയ കാലത്തായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. ഒരു ബോധം വെച്ച കാലല്ലേ? 10 വയസ്സായിട്ടും നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. അതിന്റെ മുമ്പുള്ള 4 കൊല്ലമോ നിസ്കാരത്തിന്റെ പരിശീലനം നൽകണം. കൂടെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണം. ബാധ്യതയാണ് സഹോദരങ്ങളെ. എന്നോടും നിങ്ങളോടും ചോദ്യമുണ്ട്. ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, ചോദ്യം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ട്. മക്കളെന്ന് പറയുന്ന അനുഗ്രഹം തന്നിട്ട് നന്ദികേട് ചെയ്തു അല്ലേ? ഒരു കുട്ടിയെ കിട്ടിയാൽ ദീനിയായിട്ട് വളർത്തുമെന്നല്ലേ നിന്റെ നിശ്ചയമുണ്ടായിരുന്നത്? തന്നു നോക്കുമ്പോ നന്ദികേട് ചെയ്തു അല്ലേ? എന്നിട്ട് SSLC-യിൽ അവൻ എത്തിയിട്ടും കളിക്കാൻ പോയിട്ട് അസ്ർ നിസ്കരിക്കാതെ വരുന്നവന്, മഗ്രിബ് നിസ്കരിക്കാതെ വരുന്നവന്, ഇശാ നിസ്കരിക്കാതെ വരുന്നവന് ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കിയല്ലേ? എത്ര വലിയ നന്ദികേടാ നീ ചെയ്തത്. അങ്ങനല്ലേ ചില ആളുകള് ഒരു മക്കളുണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു. അള്ളാഹു അങ്ങ് കൊടുത്തപ്പോ നേരത്തെ അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് അള്ളാഹു മക്കളെ തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ മക്കളെ നല്ല നിലക്ക് വളർത്തിയിട്ട് ശാക്കിരീയങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന്. മക്കളെ അങ്ങ് അല്ല കൊടുത്തപ്പോ അവരും അവകാശവാദം ഉന്നയിച്ചു. അല്ല മാത്രം നിശ്ചയിച്ച മക്കളുണ്ടാകോ? ഞങ്ങളും കൂടി ഇടപെട്ടത് കൊണ്ടല്ലേ മക്കളുണ്ടായത്. ഞങ്ങൾക്കും ഇതിലൊരു അധികാരമുണ്ട്, ഞങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ട്, ഞങ്ങൾക്കും ഇതിലൊരു മേൽക്കോയ്മ. അതുകൊണ്ട് ഞങ്ങൾ വളർത്തും പോലെയാണ് ഞങ്ങളെ മക്കളെ. നഊദു ബില്ലാഹ്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, 10ാമത്തെ വയസ്സ് മുതൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണമെന്ന് പറയുമ്പോ നിസ്കാരത്തിന്റെ വിഷയം എന്തൊരു ഗൗരവമാണ്. ആ ഒരു ടൈമില് നോമ്പ് നോൽക്കാൻ ആഫിയത്ത് എത്തിയിട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ? ആരോഗ്യം നോമ്പ് നോൽക്കാൻ മാത്രം ആയിട്ടില്ല. നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലല്ലോ. അതേ സമയത്ത് ഹജ്ജ് ചെയ്യാൻ കഴിവെത്തിയിട്ടില്ല. ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥയും എത്തിയിട്ടില്ല. സക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ. അതിനൊക്കെ മുമ്പ് തുടങ്ങുന്നതല്ലേ നിസ്കാരം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തില് നല്ല കാർക്കശ്യം പുലർത്തേണ്ടതുണ്ട്. വിട്ടുവീഴ്ച ചെയ്തുകൂടാ. ഭക്തന്മാരുടെ അടയാളം വൽ മുഖീമിസ്സലാ,
നിസ്കാരം നിലനിർത്തുന്നവരാണ്, ഒരൊറ്റ വഖ്തും വിടാതെ നിസ്കരിക്കുന്നവരാണ്. സുബ്ഹി നിസ്കരിക്കാത്ത കുടുംബമാണോ? ബറക്കത്ത് കുറവാണ്. ജോലിക്ക് പോയിട്ട് നിസ്കാരം കളാക്കുന്നവരാണോ? ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല, ആഖിറത്തിൽ മോചനം പ്രതീക്ഷിക്കേണ്ടതില്ല, പോയി കിടക്കുന്ന ഖബറിൽ രക്ഷ പ്രതീക്ഷിക്കേണ്ടതില്ല, മൗത്തിന്റെ നേരത്തെ ഈമാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. പഠിക്കാൻ പോയിട്ട് നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് ളുഹറും അസ്റും മഗ്രിബും ഇശാഉം തറാവീഹ് പോലെ നിസ്കരിക്കുന്ന മക്കളാണോ നിങ്ങൾക്കുള്ളത്? ഗതികേട് തന്നെ. പണം ഇത്തിരി കൂടുതലാണ്. ഇസ്ലാമിക ക്യാമ്പസുകളുണ്ട്. ഒരു നിസ്കാരവും ഖളാ ആകാതെ മാന്യതയോടെ പഠിപ്പിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. അവരെ കാണിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കും, ഈ ബാപ്പ മകളെ പഠിപ്പിച്ചത് ഒരു ളുഹറും അസ്റും ഒന്നും ഖളാ ആക്കാതെ 10,000 15,000 മാസം ഫീസ് കെട്ടിയിട്ട് ലോക്കലായിട്ട് നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടേക്കാതെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിസ്കാരമൊന്നും പോകരുത്, ദീനിയായ അവസ്ഥയൊന്നും പോകരുത് എന്ന് കരുതിയിട്ട് അധ്വാനിച്ച് വളർത്തി ഈ ബാപ്പയെ നിനക്ക് മാതൃകയാക്കി കൂടായിരുന്നില്ലേ? ഈ ഉമ്മയെ നിനക്ക് സ്വീകരിച്ചൂടായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം വരുമ്പോ നമ്മളെ ദുനിയാവിന്റെ ഭംഗി കൊണ്ടും സൗന്ദര്യം കൊണ്ടും എങ്ങനെ രക്ഷപ്പെടാനെന്നാണ് നമ്മൾ നോക്കുക. രക്ഷപ്പെടാനൊക്കൂല. ചില ക്യാമ്പസിനകത്ത് പോയാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പരിതസ്ഥിതിയാണ്. ളുഹറും പോയി അസുറും പോയി. അങ്ങനെ വർഷങ്ങളോളം നേടിയെടുത്ത ബിരുദത്തിന് ജയിക്കാൻ പറ്റുമോ? ആ ഖളാ ആക്കിയതിനൊക്കെ ചെറിയ തൗബ മതിയാകുമോ? ഒരൊറ്റ നിസ്കാരം സമയത്തിൽ നിന്ന് നീങ്ങിയപ്പോൾ ഏറ്റവും അധികം വിഷമം കൊണ്ട് ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻപല്ല് പൊട്ടിച്ച് കല്ലെടുത്തെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദുആ ചെയ്തില്ലല്ലോ. ഉഹദിന്റെ രണഭൂമിയിൽ അവിടുത്തെ നെറ്റിയിലേക്ക് എറിഞ്ഞിട്ട് രക്തം ധാരധാരയായി ഒഴുകിയില്ലേ? അവിടുത്തെ കൈവിരൽ പൊട്ടിയിട്ട് രക്തം ഒഴുകിയില്ലേ? ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ഏറുകൊണ്ടിട്ടില്ലേ? ത്വായിഫിൽ വെച്ച് കുട്ടികളെ കൊണ്ട് ശത്രുക്കളെ കല്ലെറിയിപ്പിച്ചില്ലേ? അവർക്കെതിരെ ദ്വാരക്കാത്ത പലരും ചെയ്തിട്ടും ദ്വാരക്കാത്ത അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖിൽ വെച്ച് ഒരൊറ്റ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് നീങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമരമുഖത്ത് ശുഗലാക്കി കളഞ്ഞ സഖ്യകക്ഷികളായ ജൂതന്മാരും മുശ്രിക്കുകളും കാഫിരീങ്ങളും അവർക്കെതിരെ ഒരു ദുആ തങ്ങൾ നടത്തിയില്ലേ? മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ. അവരെ ഭവനങ്ങളും അവർ കിടക്കുന്ന ഖബറുകളും തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. ശഗലൂന അനിസ്സലാത്തിൽ വുസ്താ. ഈ അസ്ർ നിസ്കാരത്തിന്റെ സമയം നമ്മുടെ ശ്രദ്ധ അവർ തിരിച്ചു കളഞ്ഞല്ലോ. സഹിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം അള്ളാഹുവിനോടുള്ള മുനാജാത്ത് അതൊരു നേരം നഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിക്കാനൊക്കൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമ്മമാരെ, സഹോദരങ്ങളെ, യുദ്ധത്തിന് പോകുമ്പോ ബദറിലേക്ക് പോകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ കഴിയാതെ യാത്ര ക്ഷീണിതരായ സ്വഹാബത്തിനോട് പലരോടും നോമ്പ് മുറിക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു. അതേ സമയത്ത് യുദ്ധരംഗങ്ങളിൽ നിസ്കാരത്തിന് വിട്ടുവീഴ്ച കൊടുത്തില്ല. ഒരു വിട്ടുവീഴ്ച കൊടുക്കുമായിരുന്നെങ്കിൽ അതിന് പറ്റിയ ഒരു സന്ദർഭമായിരുന്നു, ഒരു ഘട്ടമായിരുന്നു യുദ്ധരംഗം. ആ യുദ്ധരംഗത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി, നിസ്കരിച്ചോളണം. നിസ്കരിക്കണം എന്ന് മാത്രമല്ല, ജമാഅത്തായി നിസ്കരിക്കണം. അപ്പുറത്ത് ഒരു കൂട്ടം ആളുകൾ സ്വഹാബിമാർ ശത്രുക്കൾക്ക് നേരെ കാവൽ നിൽക്കുക. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
ഒരു റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ച് ഒരു റക്അത്ത് സ്വന്തം നിസ്കരിച്ച് സലാം വിട്ടുക. എന്നിട്ട് ഇവരവിടെ പോയി കാവൽ നിൽക്കുക. അവിടെ കാവൽ നിൽക്കുന്ന ആൾ വന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ തങ്ങളോടൊപ്പം തുടരുക. എന്നിട്ട് ഒരു റക്അത്ത് അവർ സ്വന്തമായി നിസ്കരിക്കുക. അവരെയും കൂട്ടിയിട്ട് തങ്ങൾ സലാം വിട്ടുക. 3-4 ശൈലികളുണ്ട്. അതിൽ ഒരു ശൈലിയാണത്. അപ്പോൾ പോലും ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു കൽപ്പന. ഇതൊരു ചെറിയ വിഷയമാണോ സഹോദരങ്ങളെ? നിസ്കാരം ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റിയതാണോ? നോമ്പ് നോറ്റ ആളുകൾ ക്ഷീണിച്ചപ്പോൾ ഒഴിവാക്കാനല്ലേ പറഞ്ഞത്? നോമ്പ് മുറിക്കാനല്ലേ പറഞ്ഞത്? പക്ഷേ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ഷീണം എന്ന നിലക്ക് വിട്ടുവീഴ്ച കൊടുത്തോ? പിന്നെയല്ലേ നമ്മുടെ കല്യാണവും സൽക്കാരവും മറ്റുമൊക്കെ. കരളിന്റെ കഷ്ണങ്ങളായ സുഹൃത്തുക്കളോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിസ്കാരം നമ്മുടെ സിരകളിൽ ലയിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ ലയിക്കണം. നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തം നമ്മുടെ ഇറച്ചിയോട് എത്രമാത്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ ഉണ്ട്. അതിനേക്കാളും നമ്മളെ കൽബിനോട്, ശരീരത്തോട് നിസ്കാരത്തിന് വലിയ ബന്ധം വേണം. നിസ്കരിക്കുന്നവർ എന്നല്ല അള്ളാഹു പറഞ്ഞത്, വൽ മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവർ, കൃത്യമായും നിത്യമായും നിസ്കരിക്കുന്നവർ. നിസ്കരിക്കുന്നവർ എന്നാ പറഞ്ഞെങ്കിൽ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളുകൾക്കും കടന്നുവിടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനല്ല ഭക്തന്മാരുടെ ഇടയാണ് പറഞ്ഞത്, വൽ മുഖീമിസ്സലാ. അതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി അങ്ങനെ അള്ളാഹു പറഞ്ഞത്. നിസ്കാരം ഭക്തിയുള്ള ആളുകൾക്ക് എളുപ്പ. നിസ്കാരം വലിയൊരു സംഗതിയാണ്. ഭക്തിയുള്ള ആളുകൾക്കൊഴികെ അവർക്ക് നിസ്കാരം നല്ല സന്തോഷമാണ്. നിസ്കാരം ഒഴിവായി പോകുന്നവർക്ക് സഹിക്കാൻ പറ്റൂല. ഏതായി ഭക്തന്മാര്? എന്താണ് അവരുടെ മനസ്സിന്റെ ധാരണ? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബിനെ അഭിമുഖീകരിക്കാനുണ്ട്. ആരെ കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ കാണാൻ ഒരു ദിനം വരാനുണ്ട്. അന്ന് റബ്ബുമായി ശരിക്ക് അഭിമുഖം നടത്തിയിട്ട് സംവദിക്കുന്ന ഒരു സമയം വരും. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. ആ ഉറച്ച വിശ്വാസത്തോടെ, ബോധത്തോടെ കഴിയുന്നവർ, അവരാണ് ഭക്തന്മാർ. അവർക്ക് നിസ്കാരം എളുപ്പമാണ്. എത്ര പ്രായാധിക്യത്തിലും അവർ നിസ്കരിക്കും, എത്ര സാഹസികതയിലും അവർ നിസ്കരിക്കും. നിസ്കാരം ഒഴിവാക്കുന്നത് അവർക്ക് അസഹ്യമാണ്. അതുകൊണ്ട് പറയട്ടെ, എന്ത് തിരക്കിലാണെങ്കിലും, എന്ത് ഡ്യൂട്ടിയിലാണെങ്കിലും, എന്ത് വിഷയത്തിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു സംഗതിയില്ല. നിങ്ങൾ ഏത് യാത്ര പോകുന്ന യാത്രക്കാരാണെങ്കിലും നിസ്കരിക്കണം കേട്ടോ. ദീർഘദൂര യാത്ര നടത്തുന്നവർക്ക് അള്ളാഹു നിസ്കാരം എളുപ്പമാക്കി തന്നില്ലേ? അതേ 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജമ്മും കസുറുമാക്കി നിസ്കരിക്കാമല്ലോ. എന്തൊരു എളുപ്പമാണ് അള്ളാഹു തആല തന്നത്. അത് അതിനേക്കാളധികം ഒരു 190 കിലോമീറ്ററിലധികമുണ്ടെങ്കിൽ കസുറാക്കി നിസ്കരിക്കുന്നത് അഫ്ളലാണ്, ജായിസാണ് എന്നതിന്റെ പുറമെ അതിനാണ് ശ്രേഷ്ഠതയുള്ളത്. അള്ളാഹു നൽകിയ എളുപ്പമല്ലയോ? ആ എളുപ്പങ്ങളൊക്കെ സ്വീകരിച്ച് നിസ്കാരം മുറതെറ്റാതെ നിർവഹിക്കണം. അവസാന ഘട്ടം വരെ ഒരൊറ്റ നിസ്കാരവും ഒഴിവാക്കാതെ നിർവഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നാട്ടിലുണ്ട് നിസ്കാരമായിട്ട് ഒരു ബന്ധമില്ലാത്ത രോഗികള്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്, വാർത്ത കേൾക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്, നടക്കാൻ ചെറിയ പ്രയാസമുണ്ട്. ഇല്ലാത്തൊരു വിഷയം എന്തേ ഉള്ളൂ? നിസ്കാരമല്ല. എല്ലാം ഉണ്ട്, എന്തല്ലാത്തെന്ന് വെച്ചാ നിസ്കാരമില്ല. അത് ആ തുടക്കം മുതലേ അങ്ങനെ ശീലിച്ച മട്ടത്തിൽ പോന്നെങ്കിലേ അതിനോടൊരു ഭക്തി കൽബിലുണ്ടാകുള്ളൂ. അല്ലാതെ അത് കഴിയൂല. അതുകൊണ്ട് ഒരൊറ്റ ഉപ്പയും ഒരൊറ്റ ഉമ്മയും അതിൽ എക്സ്ക്യൂസ് നൽകരുത്. ചെറുപ്പക്കാർ കളിച്ചോട്ടെ, കുറച്ചൊക്കെ കളിക്കേണ്ട നേരത്ത് കുറഞ്ഞ നേരമൊക്കെ കളിച്ചോട്ടെ. തിമർത്തുകൊണ്ട് നിസ്കാരം കളാക്കുന്ന ഒരു കളി അതൊരു മുസ്ലിമിന്റെ ശൈലിയല്ല, ഒരു മുസ്ലിമിന് പറ്റിയ മാർഗ്ഗമല്ല. പഠനം വരെ പറ്റൂല, എന്നിട്ടല്ലേ കളി. നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പഠനം. മക്കളൊക്കെ പഠിക്കാൻ പോകുന്ന ഭൗതിക പഠനത്തിൽ നിസ്കാരം ഒഴിവാക്കുന്നുണ്ടോ? ഇരുന്ന് ചിന്തിച്ചോളണം. വിട്ടുവീഴ്ച അല്ലാഹു തആല തരുമെന്ന് ഒരു നിലക്കും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ആ വിഷയത്തിൽ. സ്കൂളിൽ പോകുന്ന പഠിക്കുന്ന കാലത്ത് ഉച്ചക്ക് ഊണിന് വിടുന്ന സമയത്ത് നമ്മളെ വാപ്പാന്റെ ഒക്കെ നിർദ്ദേശം, വാപ്പൊക്കെ മരണപ്പെട്ടുപോയി 10 വർഷത്തിലേറെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉപ്പാന്റെ ഒക്കെ നിർദ്ദേശം, ഉച്ച ഊണിന് വിട്ടാൽ വീട്ടിൽ വന്ന് നിസ്കരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകണം.
ഒരു ളുഹറും ആ വിഷയത്തിൽ മുടങ്ങിക്കൂടാ. അങ്ങനെ സ്കൂളിൽ നിന്ന് ബെല്ലടിക്കുമ്പോഴേക്ക് അസറിന്റെ വാങ്ങ് കൊടുത്തിട്ടുണ്ടാവും. ളുഹർ ആ പേരിൽ ഖളാക്കിക്കൂടാ. അങ്ങനെ പഠിപ്പിച്ചവർ ശീലമാക്കിയതാണ്. അങ്ങനെ തന്നെ ശീലാക്കി വളർത്തണം മക്കളെ. അതിന് സ്കൂളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു PTA കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച പെണ്ണുങ്ങളെ ഉന്തി വിടും. എല്ലാവരും സ്വഭാവമാണ്. പെണ്ണുങ്ങളോട് മാറ്റി പോയിക്കോ, ഏതായാലും കുറെ കാലയിൽ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കണം, കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നന്നാക്കി പോയിക്കോ പറയും. നമ്മളാ കട്ടിലുണ്ടാവും AC ഇട്ടിട്ട് ഒരു കാലുമേൽ കാലും കയറ്റിച്ച്, 3 കാലില്ലാത്തതുകൊണ്ടാ 2 കാല് കയറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു സ്റ്റൂളും വെച്ചിട്ടൊന്ന് മേലോട്ട് വെച്ച് ഞാനിപ്പോൾ ഏറ്റവും വലിയ രാജാവാന്നുള്ള ആൾക്ക് നല്ല കൂർക്കവും വലിച്ചങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. നമ്മൾ പോയിട്ട് കാര്യം ബോധിപ്പിക്കണം, പ്രയർ ഹാള് കൊടുക്കണം. ഇത്രയും മുസ്ലിങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ഒരു റൂം, നിസ്കാര റൂം, പള്ളിയൊന്നും ആക്കണ്ട, നിസ്കരിക്കാൻ സൗകര്യത്തിന് റൂം. അത് പിന്നെ എന്തിനും ഉപയോഗിക്കാൻ ആവശ്യമില്ലെങ്കിൽ. പെൺകുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കുറെ ദൂരം പോയിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ളുഹറും അസ്റും മഗ്രിബും ഒക്കെ പോവല്ലേ. ഇത് പഠിക്കണ്ടെന്ന് അറിയാൻ പറ്റുമോ? പഠിക്കണ്ടേ? കാലഘട്ടത്തിന് ആവശ്യമില്ല. നമ്മളെ മക്കൾ പഠിപ്പില്ലാത്തവരാൻ പറ്റുമോ? സംവിധാനങ്ങൾക്ക് പോയി ശബ്ദിക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എന്തെങ്കിലും 1-2 കലിമ പറയണം. നമ്മളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, സ്കൂളിൽ ചോദിച്ചു നോക്കി, പേരൻസിന് ആരാ കൂടുതൽ വന്ന്? ഒരു 130 പേരൻസ് സ്കൂളിൽ വരണമെങ്കിൽ 129 പെണ്ണുങ്ങളായിരിക്കും. ഒരാണ് വന്നിട്ടുണ്ടാവും ചിലപ്പോ, ബറക്കത്തിന് കണ്ണീറട്ടൻ്റെ എഴുതിയിട്ട്. അങ്ങനെ പോരാ, നമ്മൾ പോകണം, വിഷയങ്ങൾ സംസാരിക്കണം. ആവശ്യമാണ് നമുക്കത്. ഈ പഠനം നമുക്ക് ആവശ്യമാണ്. സുന്നത്തായ ഒന്നല്ലേ പഠിക്കേണ്ടത്. അതിന്റെ പേരിൽ നിസ്കാരം ഖളാക്കി എന്നുള്ളൊരു കുറ്റം, ഒരു കേട് നമുക്ക് വരാൻ പാടില്ല. വൽ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ് ഭക്തന്മാർ. 4-മതായി അല്ലാഹു പറഞ്ഞു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഭക്തിയുള്ളവരാണോ നമ്മളവർക്ക് കൊടുത്തതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. നല്ല മാർഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിനൊക്കെ ചെലവഴിക്കുക. സഹോദരങ്ങളെ, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ റിഫായി ദഫ്രാത്തീബിന്റെ വാർഷികമാണ്. ആ വാർഷികത്തിന് വേണ്ട സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ നമ്മുടെ പള്ളിക്ക്, നമ്മുടെ മദ്രസക്ക്, മറ്റു വരുമാനങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ തരണം. കഴിവിന്റെ പരമാവധി മുൻ വർഷങ്ങളിൽ തന്നതിനേക്കാൾ ഏറെ തരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ വർഷവും നമ്മുടെ സ്ഥാപനങ്ങളിലെ തസ്തികകളും കൂടി വരികയാണ്. അൽഹംദുലില്ലാഹ്. ഇർഷാദിയ നമ്മുടെ സ്ഥാപനം പൂർവോപരി ശക്തിപ്പെട്ട് നല്ല രൂപത്തിൽ മക്കൾ പഠിച്ച്, ബുഖാരി ഉസ്താദൊക്കെ അതിനായി സ്പെഷ്യലായി നമ്മൾ കൊണ്ടുവന്ന ഉസ്താദാണ്. ഉസ്താദുമാര് പലരും അവരൊക്കെ നേതൃത്വത്തിൽ, തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലൊക്കെ പൂർവോപരി ശക്തിപ്പെട്ടു വരുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അത് ഉന്നതമായ നിലയിലേക്ക് ഉയർത്തുന്നതില് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഉയർത്തി വളർത്തിക്കൊണ്ടുവന്നവർക്കൊരു ധൈര്യം പകരണം. അതിനെല്ലാവരും മുൻ വർഷങ്ങളിൽ നൽകിയതിനേക്കാൾ ഏറെ നല്ല സംഭാവനകൾ തരണം. അതും സംഭാവന കൊടുക്കുന്നതും ഭക്തിയുള്ളവരുടെ അടയാളമാണ്. നല്ല നിലക്ക് കുടുംബം പോറ്റുക, നല്ല അന്തസ്സോടെ ജീവിക്കുക, റബ്ബ് പഠിപ്പിച്ച നല്ല മാർഗങ്ങളിലൊക്കെ ചെലവഴിക്കുക. അങ്ങനെ പടച്ചോനെ പേടിച്ച് ജീവിച്ചു കഴിയുന്ന ആളുകൾക്ക് വലിയ വാഗ്ദാനമാണ് അല്ലാഹു തആല നൽകിയത്. ഈ 4 അടയാളങ്ങളും അതിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു അടയാളമാണ്. 1-മത്തെ അടയാളം അൽ മുഖ്ബിതീൻ. എന്ത് കാര്യത്തിനും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾ, എന്ത് വിഷയത്തിലും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾ, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നവർ. അവർക്ക് പറഞ്ഞ അടയാളങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നൽകുമാറാകട്ടെ. ആ അടയാളങ്ങളിൽ ഓരോന്നും മുഖ്യമാണ്. അതൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് റബ്ബിനെ പേടിക്കുന്ന ആളുകളാകണം. ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന്, മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രഹസ്യങ്ങൾ, അവർ പറയുന്ന സ്വകാര്യങ്ങളും കാര്യങ്ങളും, മീറ്റിംഗിൽ അവർ ചർച്ച ചെയ്യുന്നത് പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിലൂടെ വെളിവാക്കി കൊടുക്കുമ്പോ മുശ്രിക്കുകൾ പലരും പറഞ്ഞു, ഇനി പറയുന്നതൊക്കെ പതുക്കെ പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബ് കേൾക്കരുത്. ആ റബ്ബ് കേട്ടിട്ടാണ് വിഷയങ്ങളൊക്കെ പുറത്തെത്തുന്നത്. അപ്പോഴാണ് അള്ളാഹു അവരോട് പറഞ്ഞത്, വാസിറൂ ഖൗലക്കും. നമ്മളോടുള്ള അഭ്യർത്ഥനയാണ്. വാസിറൂ ഖൗലക്കും വവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങൾക്ക് പറയാനുള്ളത് ഉറക്കെയാണെങ്കിൽ ഉറക്കെ പറഞ്ഞോളി, പതുക്കെയാണെങ്കിൽ പതുക്കെ പറഞ്ഞോളൂ. എങ്ങനെ പറഞ്ഞാലും അല്ലാഹു അറിയും. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. മനസ്സിലുദിക്കുന്ന കാര്യങ്ങൾ മുഴുവനായും അറിയുന്നവനാണവൻ.
പറയണ്ട, മനസ്സിലൊന്ന് ഉദിച്ചാൽ മതി, ഒന്ന് പ്ലാൻ വന്നാൽ മതി, ഒരു ചെറിയ ചിത്രം ഓടിയാൽ മതി, വളരെ കറക്റ്റായി അള്ളാഹുവിന് അത് അറിയാം. രഹസ്യമായി പറയുന്നതും ശ്രദ്ധിക്കണം, പരസ്യമായി പറയുന്നതും ശ്രദ്ധിക്കണം. ഏതും അല്ലാഹു തആല അറിയുന്നുണ്ട്. പറയുന്ന വാക്ക് നന്നായി കരുതണം. വാക്കുകൾ നമുക്ക് എതിരാകരുത്. രഹസ്യമായി പറഞ്ഞതല്ലേ, അതൊന്നും ഇവിടെ ഡിലീറ്റ് ചെയ്താൽ ആരും അറിയൂല എന്ന് കരുതരുത്. നമ്മൾ പറയുമ്പോഴേക്ക് രേഖപ്പെടുത്തിപ്പോയി. വാസിറു ഖൗലകും വജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ് അല്ലാഹു. സ്വകാര്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും എല്ലാം അല്ലാഹു അറിയുമോ? അറിയും. എന്താണ് അതിന് തെളിവ്? അലാ യഅലമു മൻ ഖലഖ്. തെളിവാണ് അല്ലാഹു പറയുന്നത്. അലാ, അറിയണേ, യഅലമു മൻ ഖലഖ്, ആരാണോ സൃഷ്ടിച്ചവൻ അവന് സർവ്വതും അറിയും. സൃഷ്ടികർമ്മം നടത്തിയത് ആരാണ്? ഒരു കമ്പനിയിൽ നിന്ന് നമുക്കൊരു ഉപകരണം തന്നാൽ ആ കമ്പനി പറയും അതിന്റെ ക്വാളിറ്റി എത്രയാണ്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര കാലം ഒരു കേടും വരാതെ നിലനിൽക്കും, എത്ര കാലം അത് നല്ല ശ്രദ്ധയോടെ കൊണ്ടു നടക്കാൻ പറ്റും, എന്തെല്ലാം കേടുപാടുകൾ അതിന് പെട്ടെന്ന് വരും, അത് നന്നായി അറിയും കമ്പനിക്ക്. അവരല്ലേ അത് നിർമ്മാണം ചെയ്തത്. നമ്മെ നിർമ്മിച്ചതും സംവിധാനിച്ചതും ആരാണ്? റബ്ബല്ലേ നമ്മെ സംവിധാനിച്ചത്. ആ റബ്ബിന് മുഴുവനും അറിയും കേട്ടോ. അലാ യഅലമു മൻ ഖലഖ്, ഖാലിഖായവൻ മുഴുവനും അറിയും. ഇന്നഹു വഹുവൽ ലത്തീഫുൽ ഖബീർ. റബ്ബ് സുബ്ഹാനഹു വ തആല ലത്തീഫാണ്. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത, ഉപകരണങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായതിനെയും അറിയുന്നവനാണ് അൽ ഖബീർ. ആർക്കും തന്നെ വായിച്ചെടുക്കാൻ കഴിയാത്ത ആന്തരിക രഹസ്യങ്ങൾ, മനസ്സിന്റെ ഉള്ളിൽ മിന്നലാട്ടം നടത്തുന്ന കാര്യങ്ങൾ, അത് മുഴുവനും അവൻ അറിയുന്നവനാണ്. സഹോദരങ്ങളെ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അമേരിക്കയിലെയും പരിസരത്തെയും കോടിപതികൾ പണ്ടെന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ കപ്പലിന്റെ, ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ സംവിധാനിച്ച് കണ്ടെത്തിന് വേണ്ടി ടൈറ്റൻ എന്ന ഉപകരണത്തിൽ കോടികൾ ചെലവഴിച്ചിട്ട് മുങ്ങിപ്പോയവരുടെ ഒരു വിവരവും കിട്ടുന്നില്ല. എവിടെ പോയി സഹോദരങ്ങളെ? കോടികളുടെ ഉപകരണങ്ങൾ എവിടെ പോയി? എവിടേക്കാണത് പതിച്ചുപോയത്? കോടിക്കണക്കിന് ചെലവഴിച്ച ആ കപ്പലിന്റെ അവശിഷ്ടങ്ങളോ, അതിനുവേണ്ടി തിരയാൻ പോയ ആളുകളുടെ എന്തെങ്കിലും ഭാഗങ്ങളോ, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ അല്ലാഹുവാണ്. ഉപകരണങ്ങൾ കണ്ടെത്താത്ത സ്ഥലങ്ങൾ ഭൂമിയിൽ ധാരാളമുണ്ട്. കടലിന്റെ ആഴിയിൽ ആഴം കണ്ടെത്താത്ത സ്ഥലങ്ങൾ ഇന്നും ഉണ്ട്. പടച്ച റബ്ബിനത് കറക്റ്റ് അറിയാം. വഹുവൽ ലത്തീഫ്. അല്ലാഹു സൂക്ഷ്മജ്ഞാനിയാണ്. അല്ലാഹു തആല. ആർക്കും കാണാൻ കഴിയാത്തത്, ഒരു ഉപകരണങ്ങളുടെയും നോട്ടം എത്താത്തത്, നോക്കി കണ്ടും കറക്റ്റും വിവരിക്കാൻ കഴിയുന്നവൻ യജമാനനായ റബ്ബാണ്. അവനല്ലേ ഇതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അവനറിയാം. അവന്റെ അറിവ് ചെറിയ അറിവല്ല. ലത്തീഫ്, ഖബീർ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് വിഷയങ്ങളെ പറ്റിയാ പറഞ്ഞത്. ഏത് കാര്യത്തിന്റെയും സൂക്ഷ്മമായ അറിവ് അല്ലാഹുവിനാണെന്ന് പറഞ്ഞപ്പോ രണ്ടാമതായി പറഞ്ഞില്ലേ അൽ ഖബീർ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനോടൊരു ചോദ്യം. ഖബീർ എന്ന് ലത്തീഫിന് ശേഷം പറഞ്ഞത് ആവർത്തനമല്ലേ? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു ആവർത്തനമല്ല. എന്തേ കാരണം? ലത്തീഫ് എന്നുള്ള പേര് ഓരോന്നിന്റെയും പുരോഗതിയും അഗാധമായ കാര്യങ്ങളും സൂക്ഷ്മമായ കാര്യങ്ങളുമൊക്കെ അറിയുന്നവനാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ കഴിയാത്ത മാർഗങ്ങൾ എളുപ്പത്തിൽ അറിയാൻ കഴിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവന് എളുപ്പമാണ് ആ അറിവ്. ഒരു പ്രയാസവും അല്ലാഹുവിനില്ല.
എന്ത് പ്രയാസം വരുന്ന ആളുകളും അള്ളാഹുവിനെ വിളിച്ച് ചോദിക്കേണ്ട ഇസ്മാണ് ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ്. ആ ഇസ്മിന് വലിയ ബഹുമാനമുണ്ട്. യാ ലത്തീഫു യാ അല്ലാഹ്, ലുത്ഫ് ചെയ്യുന്നവൻ, എല്ലാ വിഷയത്തിലും എളുപ്പം നൽകുന്നവൻ, ഓരോരുത്തർക്കും ആവശ്യമായ എളുപ്പങ്ങൾ തരുന്നവൻ അവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവനെല്ലാം അറിയുന്നവനാണ്. ഒന്നും അവന്റെ അറിവിന്റെ പരിധിയിൽ നിന്ന് പുറത്തല്ല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കഴിവ് ചെറുതല്ല സഹോദരങ്ങളെ. അല്ലാഹു തആല തുടർന്ന് നമ്മെ പഠിപ്പിച്ചു. റബ്ബ് ഒരുക്കിയ സംവിധാനങ്ങൾ കണ്ടില്ലേ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. രഹസ്യങ്ങളും പരസ്യങ്ങളൊക്കെ അറിയുന്ന അല്ലാഹു തആല, എല്ലാം വളരെ വ്യക്തമായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്കൊരു സംവിധാനം ഒരുക്കി തന്നു. ജഅല ലക്കുമുൽ അർള ദലൂലാ, അവൻ ഭൂമിയെ പാകപ്പെടുത്തി തന്നു. ഭൂമിയെ നമുക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി തന്നു. ആർക്കും മെരുങ്ങുന്ന ഭൂമി, ദലൂലായ ഭൂമി, അനുസരിക്കാത്തതല്ല അനുസരിക്കുന്നത്. ദലൂൽ പാകപ്പെടുന്നത്, എന്തിനും ഭൂമി ഒരുങ്ങിത്തരികയാണ്. കീഴ്പ്പെടുന്ന ഭൂമി അല്ലേ? കെട്ടിടമുണ്ടാക്കാനും ഭൂമിയിൽ തടസ്സമല്ല, കിണർ കുഴിക്കാനും തടസ്സമല്ല. എത്ര ആയത്തിലാണ് കോയൽ കിണർ കുഴിക്കുന്നത്? എത്ര കുഴിച്ചിട്ടും ഭൂമി പറയുന്നുണ്ട് അവിടെ കുഴിക്കരുത്. എത്ര ആയത്തിലാണ് തറ കീറിയിട്ട് എത്ര നിലകളാണ് ഭൂമിയുടെ മുകളിൽ ഉണ്ടാക്കുന്നത്? 100, 110, 120. വിദേശത്തൊക്കെ പോയാല് വലിയ വലിയ നിലകളുള്ള കെട്ടിടങ്ങളാണ്. താഴ്ന്ന് മേലോട്ട് നോക്കിയാൽ തന്നെ മേൽഭാഗം കാണാതെ ഒരാള് കണ്ണ് താഴോട്ട് വെക്കാണ്. മേലെ പോയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ചില ആളുകൾക്ക് തല കറങ്ങി പോവാണ്. അത്രയും ഉയരമുള്ള ബിൽഡിങ്ങുകളാണ്. 110 നില എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയുണ്ട് ബിൽഡിങ്. ഭൂമിയെ അല്ലാഹു തആല അതിന് പാകപ്പെടുത്തി തന്നതല്ലേ. കൃഷിക്ക് പറ്റിയ ഭൂമി ഒന്ന്, വെള്ളമെടുക്കാൻ പറ്റിയത് വേറെ, കല്ല് വെട്ടാൻ പറ്റിയത് വേറെ. എല്ലാറ്റിനും ഭൂമിയെ അല്ലാഹു തആല പാകപ്പെടുത്തി തന്നില്ലേ? അല്ലാഹു തആല ലത്തീഫും ഖബീറും, അവന്റെ സൃഷ്ടികൾക്ക് എന്തെല്ലാം കൊടുക്കണമെന്നത് വ്യക്തമായും പദ്ധതി ആവിഷ്കരിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ ഭൂമിയിൽ യാത്ര ചെയ്യാൻ എന്തൊരു സുഖം, എന്തൊരു എളുപ്പമാർഗങ്ങൾ അല്ലാഹു തന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, നിങ്ങൾക്ക് ഭൂമിയെ അല്ലാഹു തആല അധീനപ്പെടുത്തി തന്നു. ഒരു ഭാഗത്ത് മാത്രം നിൽക്കാതെ ഫംശൂ ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ തോളിലേറിയിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം. വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് അധ്വാനിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ പ്രവാസ ലോകത്ത് പോയത് കണ്ടില്ലേ? ഏത് ഭാഗത്ത് എന്ത് സംഭവിച്ചാലും അപ്പോഴൊക്കെ ചർച്ച വരുന്നത് ഇന്ത്യക്കാരവിടെ ആരെങ്കിലും ഉണ്ടോന്നാണ് അല്ലേ? ഏതെങ്കിലും രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ, യുദ്ധോ കലാപോ സ്ഫോടനോ ഭൂകമ്പോ സംഭവിച്ചാൽ ആദ്യം അവിടെ അന്വേഷിക്കുന്നത് എന്താ? ഇന്ത്യക്കാരെങ്കിലും, നമ്മളെ നാട്ടുകാർ അന്വേഷണം അതാണ്. എവിടെ എന്ത് സംഭവിച്ചാലും ബറക്കത്തിന് ഏതെങ്കിലും 1, 2 ഉണ്ടാവും, ഇല്ലാതിരിക്കൂല. അതിന് ലോകത്തിന്റെ അങ്ങേ അറ്റത്താണെങ്കിലും അവിടെ ഉണ്ടാകും ബറക്കത്തിന്. ഇന്ത്യക്കാര് 2 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 ആളുണ്ടായിരുന്നു. എല്ലാ ഭാഗങ്ങളിലേക്കും ജനങ്ങൾ ഇങ്ങനെ കുടിയേറിപ്പാർത്ത് തൊഴിലിന് വേണ്ടി പല ഭാഗത്തേക്കും പോകാൻ അല്ലാഹു ഭൂമിയെ പാകപ്പെടുത്തി തന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, റബ്ബ് തആല തന്ന സൗകര്യമാണ്. എല്ലാ ഭാഗത്തേക്കും പോയിട്ട് നല്ല നല്ല തൊഴിലുകളൊക്കെ എടുക്കണം. പക്ഷേ ഒരു കാര്യം, വകുലൂ മിർ റിസ്ഖിഹി, അല്ലാഹുവിന്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. അല്ലാഹു അനുവദിച്ചത് മാത്രമേ സമ്പാദിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച സമ്പാദ്യങ്ങളിൽ നിന്ന് മാത്രം സമ്പാദിച്ച് ഭക്ഷിക്കണം. അരുതാത്തതൊന്നും അല്ലാഹുവിന്റെ റിസ്ഖായി കൂട്ടാൻ പറ്റൂല. അരുതാത്തതൊന്നും റബ്ബ് തആലയുടെ റിസ്ഖിലേക്ക് ചേർക്കാൻ പറ്റൂല. വകുലൂ മിർ റിസ്ഖിഹി, അല്ലാഹുവിന്റെ റിസ്ഖിൽ നിന്ന് ഭക്ഷിക്കണം. വഇലൈഹിൻ നുശൂർ, അല്ലാഹുവിലേക്ക് മാത്രമാണ് മടക്കം. അതുകൊണ്ട് സമ്പാദിക്കാൻ പോകുന്ന ആളുകളെ മനസ്സിലൊക്കെ വേണ്ട ഒരു ചിന്ത ഏതാണ്? ഞാൻ ഈ സമ്പാദിക്കുന്നത് പൊരുത്തപ്പെട്ട സമ്പാദ്യമാകണം. റബ്ബിലേക്കാണ് എനിക്ക് മടങ്ങിപ്പോകാനുള്ളത്. കണക്കെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
അവിഹിതമായത് ഒന്നും ഇതിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു പൊരുത്തപ്പെട്ട റിസ്കാകണം. ആ റിസ്കാണ് സമ്പാദിക്കാൻ പറഞ്ഞത്. അള്ളാഹു തരുന്ന റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മടക്കം എന്നൊരു ഓർമ്മ വേണം. ഇത് സത്യത്തിൽ സഹോദരങ്ങളെ തെളിവുകളൊക്കെ പറഞ്ഞ ശേഷം ഒരു താക്കീദിന്റെ സ്വരമാണിവിടെ. വഇലൈഹിൻ നുശൂർ എന്ന ആയത്തിന്റെ അവസാനം ഒരു താക്കീദിന്റെ സ്വരമാണ്. മടങ്ങിപ്പോകാൻ അള്ളാഹുവിലേക്കാണ് ഉള്ളത് എന്നൊരു ഓർമ്മ വേണം. സമ്പാദിക്കാനൊക്കെ പോയിക്കോളൂ, എല്ലാ ഭാഗത്തേക്കും പെർമിഷൻ ഉണ്ട്, എല്ലാ ഭാഗത്തേക്കും സർവീസുകളുണ്ട്. പക്ഷേ എവിടെ പോയി എന്ത് സമ്പാദിച്ചാലും ആലോചിക്കണം, വഇലൈഹിൻ നുശൂർ, അള്ളാഹുവിലേക്കാണ് മടങ്ങിപ്പോകാനുള്ളത്. അത് നല്ല ഓർമ്മ വേണം. സമ്പാദിക്കുമ്പോഴും മറ്റുമൊക്കെ അവിഹിതമായത് ഒന്നും സമ്പാദിക്കരുത്, അവിഹിതമായത് ഒന്നും സമ്പാദിക്കരുത്. പറ്റുന്നത് മാത്രം സമ്പാദിക്കണം. അള്ളാഹു ഹലാലാക്കിയത് മാത്രം സമ്പാദിക്കണം, വേറെ ഒന്നും പറ്റില്ല. അങ്ങനെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കണം. ആ ജീവിതം നയിക്കാൻ അല്ലാഹു തആല ഭൂമിയെ പാകപ്പെടുത്തി തന്നു, ഭൂമിയെ അല്ലാഹു തആല സംവിധാനിച്ചു തന്നു. ആദ്യമായിട്ട് കച്ചവടം ചെയ്ത് ചെറുപ്പക്കാരെ അതിന് സജീവമാക്കി രണ്ട് ഭാഗത്തേക്ക് കച്ചവടത്തിന് വേണ്ടി വിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ഹാഷിം എന്നവരാണ്. മക്കയിൽ പഴയകാലത്തെ അവസ്ഥ വേറിട്ടായിരുന്നു. മക്കക്കാർക്ക് പഴയകാലത്ത് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ടെന്റ് കെട്ടിയിട്ട് യാത്രക്കാർ പോകുന്ന വഴിയിൽ ടെന്റ് കെട്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ ഒന്നുമില്ലാത്തവരാന്ന് കരുതിയിട്ട് പോകുന്ന യാത്രക്കാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, സംഭാവന എന്ന നിലയ്ക്ക്. കുറെ സംഭാവനകൾ കിട്ടിയാൽ പിന്നെ അവർ വീട്ടിലേക്ക് മടങ്ങി വന്ന് ആ സംഭാവന കൊണ്ട് അങ്ങനെ ജീവിതം തള്ളി നീക്കും. അത് അവസാനിച്ചാൽ പിന്നെയും പോയി ടെന്റ് കെട്ടും. ഇത് ശരിയല്ല എന്ന് കരുതിയിട്ട് ഹാഷിം എന്ന് പറയുന്ന ഉപ്പാപ്പ ചെറുപ്പക്കാരോട് പറഞ്ഞു, ചെറുപ്പക്കാരെ, യാത്രക്ക് തയ്യാറുള്ള ചെറുപ്പക്കാരൊക്കെ ഒരുങ്ങണം എന്ന് പറഞ്ഞു. രണ്ട് യാത്ര, ശൈത്യകാലത്തൊരു യാത്രയും ഉഷ്ണകാലത്തൊരു യാത്രയും. ഒന്ന് യമനിലേക്കും മറ്റൊന്ന് ഷാമിലേക്കും. കച്ചവടത്തിന് വേണ്ടി സംഘങ്ങളെ തയ്യാറാക്കിയിട്ട് രണ്ട് ഭാഗങ്ങളിലേക്ക് വിട്ടു. അതോടുകൂടെ ഖുറൈശ് എന്ന് പറയുന്ന ഗോത്രം സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി പ്രാപിച്ചു. അതാണ് ഖുർആൻ വലിയ അനുഗ്രഹമായിട്ട് ആ സൂറത്തിൽ എണ്ണി പറയുന്നത്. ഖുറൈശികളെ സംഘടിപ്പിക്കുന്നതിന്, സംയോജിപ്പിക്കുന്നതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് രണ്ട് യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം അല്ലാഹു തന്നത്. അതിന് നേതൃത്വം നൽകിയത് ഹാഷിം എന്ന് പറയുന്ന ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് നാട്ടിലിങ്ങനെ യാചന ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മള്, ജോലിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകളൊക്കെ വരൂ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ രണ്ട് ഭാഗങ്ങളിലേക്ക് വിട്ടു. ശൈത്യകാലത്തൊരു ഭാഗത്തേക്കും ഉഷ്ണകാലത്ത് മറ്റൊരു ഭാഗത്തേക്കും പോകുന്നവർ കച്ചവട വസ്തുക്കൾ ഇഷ്ടം പോലെ സംഭരിച്ച് മക്കയിൽ കൊണ്ടുവരും. അവരുടെ ആ ചെലവും കാര്യങ്ങളൊക്കെ ഒരു മിതമായ ലാഭവും വെച്ച് കച്ചവടം നടത്തും. അപ്പൊ മക്കയിലുള്ള ആളുകളും സമ്പന്നരായി പതുക്കെ വളരാൻ തുടങ്ങി. അങ്ങനെ കച്ചവട രംഗത്തും മറ്റുമൊക്കെ മക്കയിലെ അന്തരീക്ഷങ്ങളൊക്കെ മാറി. ജനങ്ങൾ ജോലിയെടുത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളായി മാറി. കൃഷിക്കാരും അതുപോലെ തന്നെ കച്ചവടക്കാരും അതേ രൂപത്തിൽ വിവിധ രൂപത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഒട്ടകത്തെയും ആടുകളെയും മേയ്ക്കാനൊരു വിഭാഗം, അങ്ങനെയും ജീവിക്കുന്ന ആളുകൾ വന്നു. അത് വലിയൊരു പുരോഗതിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും പോയി തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ തന്നിട്ട് നമുക്ക് തൊഴിലിനൊന്നും എവിടേക്കും പോകാൻ അവസരം കിട്ടിയില്ല എന്ന് പറയരുത്. അവസരങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ എവിടെ പോയാലും സമ്പാദിക്കുന്നത് അല്ലാഹു തആല നൽകുന്ന റിസ്ക് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാകണം. ആ ഒരു ഓർമ്മ വേണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, കൂത്താടി ജീവിച്ച ആളുകളെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മുമ്പ് കാലത്ത് ജീവിച്ച നല്ല നല്ല സമ്പാദ്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു തആല അവർക്ക് സമ്പാദ്യങ്ങളൊക്കെ കൊടുത്തു, മറന്ന് ജീവിച്ചു. അവർക്ക് അല്ലാഹു തആല കൊടുത്ത ശിക്ഷ നിങ്ങൾ മറന്നോ? അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. നമ്മോട് അല്ലാഹു ചോദിക്കുന്നു, അഅമിൻതും മൻ ഫിസ്സമാഇ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ടോ? അഅമിൻതും മൻ ഫിസ്സമാഇ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ടോ?
അല്ലെങ്കിൽ ആകാശത്തിലുള്ളവർ അഥവാ ലോകം നിയന്ത്രിക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകൾ, അവര് നിങ്ങൾക്ക് വല്ല അഭയവും തന്നിട്ടുണ്ടോ? രണ്ട് നിലക്കും അതിന് തഫ്സീർ വന്നിട്ടുണ്ട്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള, ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തുന്നതിൽ നിന്ന്, ഭൂമി വിഴുങ്ങിപ്പോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വല്ല സുരക്ഷിതത്വവും തന്നിട്ടുണ്ടോ? ഫഇദാ ഹിയ തമൂർ, ഭൂചലനമുണ്ടായി ഭൂമിയുടെ അടിയിലേക്ക് ആളുകൾ ഓരോരുത്തരും പോകുമ്പോ ഫഇദാ ഹിയ തമൂർ, ഭൂമി ഇളകി മറിയുന്നു, ഭൂമിയുടെ അടിയിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്നു, ഭൂമിക്കൊരു ഇളക്കം സംഭവിക്കും. അതേ ഖാറൂൻ അങ്ങനെയല്ലേ ഭൂമി വിഴുങ്ങിയത്? ഭൂമി ഇനിയും ഭൂമിയിൽ ഖസ്ഫ് സംഭവിക്കാനുണ്ട്, ഭൂമിയിൽ ഇനിയും അടിയിലേക്ക് ആളുകളെ വലിക്കുന്ന സ്വഭാവം വരാനുണ്ട്. കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും വരും. അവസാന നാളിനോടനുബന്ധിച്ച് പറഞ്ഞ അടയാളങ്ങളിൽ ഖസ്ഫും മസ്ഖും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഭൂമി വിഴുങ്ങ, കോലം മറിയ, ആളുകൾ അള്ളാഹുവിന്റെ നിയമത്തൊക്കെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് തിമർത്താടിയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ ഇടക്കിടക്ക് ഓരോ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നലെ എവിടെ ഒന്ന് ഭൂചലനം ഉണ്ടായില്ലേ? എവിടെ ഭൂചലനം ഉണ്ടായില്ല ഇന്നലെ? എവിടെ ഇല്ലല്ലേ? എവിടെ ഉണ്ടായിട്ടില്ല. എവിടെ? ചൈനയില്. അവൻ പത്രമൊക്കെ വായിച്ചിട്ടുണ്ട്. ചൈനയിൽ ഭൂചലനം ഉണ്ടായി. ഓരോന്നും ഓരോ ഭാഗത്താണ്, എവിടെയാന്ന് പറയാൻ പറ്റൂല. എവിടെയാണോ കൂടുതൽ പിടുത്തം വിട്ട ആളുകൾ കഴിയുന്നത്, അതൊരു പക്ഷെ ഒറ്റാളായാലും മതി, അയാൾ അതിര് വിട്ട് പ്രവർത്തിച്ചു, എല്ലാ നിയമങ്ങളും ലംഘിച്ചു, ഒരാളെ കാരണം കൊണ്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ താഴ്ത്തു പോകുന്നത്. അങ്ങനെയും വരും, നിരപരാധികളും പോകും. കഅബയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു ടീമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സു ജയ്ഷുന്നൽ കഅബ, ഒരു സൈന്യം കഅബ പൊളിക്കാൻ വേണ്ടി വരും. ഖിയാമത്ത് നാളിന് മുന്നോടിയായിട്ട് ഇപ്പോഴുള്ള കഅബ പൊളിക്കാൻ വേണ്ടി ഒരു സൈന്യം വരും. ഫഇദാ കാനൂ ബിബൈദാ, ബൈദ എന്ന സ്ഥലത്തെത്തുമ്പോൾ, ഇന്നുണ്ട് ബൈദ എന്ന സ്ഥലം, അവിടെ എത്തുമ്പോ അവിടെ ഉള്ളവരെ മുഴുവനും ഭൂമി താഴോട്ട് വിടുന്നു. അത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, വരുന്ന ആൾക്കാരല്ല ആ നാട്ടിലുള്ള ആൾക്കാരും താഴോട്ട് പോകും? ആ നാട്ടിലുള്ള ആൾക്കാരൊന്നും പൊളിക്കാൻ പോകുന്ന ആൾക്കാരല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരെല്ലാവരെയും, വന്നവരെയും അവിടെ നിൽക്കുന്നവരെയും മൊത്തം ഭൂമി താഴോട്ട് വിഴുങ്ങും. പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഖിയാമത്ത് നാളിൽ അവർക്ക് പുനർജീവിതം നൽകും. അപ്പൊ ആരൊക്കെയാണ് പൊളിക്കാൻ പോയവര്, ആരൊക്കെയാണ് അതിന് സപ്പോർട്ട് നൽകിയത്, ആരാണ് അതിനെ എതിർത്തവര്, പിന്തുണ നൽകാത്തവര് എന്ന് വേർതിരിച്ച് അറിയും. നിരപരാധികളും കുടുങ്ങുമോ? കുടുങ്ങും. ഒരാളെ കൊണ്ടുണ്ടാകുന്ന മുസീബത്ത് ഒരാളിൽ തീരുകയില്ല, 10 ആളിൽ തീരുകയില്ല. ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഒരൊറ്റ മുസീബത്തിന്റെ പിന്നിൽ തായോട്ട് മറിഞ്ഞു പോകും, തായോട്ട് വീണുപോകും. സഹോദരങ്ങളെ, എത്ര ആളുകളാണ് അങ്ങനെ പടഞ്ഞു പോകുന്നത്? 1ഉം 2ഉം ആളുകളല്ലല്ലോ തായോട്ട് മറിഞ്ഞു പോകുന്നത്. ഒരൊറ്റ സംഭവത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഒരു ഭൂചലനമുണ്ടായത് ആ നാട്ടിലെ ഏതെങ്കിലും 1ഓ 2ഓ ആളുകളുടെ കുറ്റകൃത്യങ്ങളാണ് അതിന് കാരണമായതെങ്കിൽ പൊലിഞ്ഞു പോകുന്നത് ആയിരങ്ങളാണ്, 10,000-ങ്ങളാണ്. ചെറിയവരും വലിയവരും എല്ലാവരും അക്കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ ചോദ്യം വളരെ വല്ലാത്തൊരു ചോദ്യമാണ്. അത് അവസാനിച്ചു എന്ന് കരുതരുത്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള, ആകാശത്തിന്റെ അധിപൻ, ആകാശത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ നിങ്ങൾക്ക് അഭയം തന്നിട്ടുണ്ടോ? സുരക്ഷിതത്വം തന്നിട്ടുണ്ടോ? അൻ യഖ്സിഫ ബികുമുൽ അർള, ഭൂമിയിലേക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിന്. അങ്ങനെ ഭൂമി ഒരാളങ്ങനെ വലിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ? രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഉസ്താദേ, അതിന് ഉപകരണം വെച്ചിട്ട് മേലോട്ട് വലിച്ചാ പോരെ? അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഉപകരണോ ആർക്കാ ലോകത്തുള്ളത്? ആർക്കാ സഹോദരങ്ങളെ ലോകത്ത് അങ്ങനെ ഒന്നുള്ളത്? അതുകൊണ്ടല്ലേ ഇപ്പൊ അടുത്ത് 2 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ പടർന്നു പിടിച്ച അസുഖം, എന്താ അതിന്റെ പേര്? കുട്ടികളൊക്കെ ഉത്തരം പറയുന്നുണ്ടില്ലേ? കൊറോണ, ഒരു വൈറസ്. അതിന് കറക്റ്റായിട്ടൊരു ചികിത്സ ഇന്ന് വരെ ലോകം കണ്ടെത്തിയിട്ടില്ല. ഒരൊറ്റ ആളും നിർവചിച്ചിട്ടില്ല. ആർക്ക് പറയാൻ കഴിയും ഇന്നതാ ചികിത്സ? അതിനെന്താ രോഗം എന്നാദ്യം തിരിയണ്ടേ? ഇതെന്താണ് രോഗം എന്ന് ആദ്യം നിർവചിക്കാൻ കഴിയണ്ടേ?
അതിന് വാക്സിൻ ഉണ്ട് എന്നല്ലേ? ആ, എന്നിട്ട് എന്തേ എല്ലാവരോടും അത് അടിക്കണ്ടെന്ന് പറഞ്ഞു? പിന്നെ അങ്ങനെ അഭ്യർത്ഥന വന്നല്ലോ, അങ്ങനെ അഭ്യർത്ഥന കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്നില്ലേ? ലോകാരോഗ്യ സംഘടന നിർവചിച്ചോ സഹോദരങ്ങളെ, ഇതാ മരുന്ന് നിർവചിക്കണമെങ്കിൽ ഇതാ രോഗം ആദ്യം തിരിയണ്ടേ? ഒരസുഖവും ശരീരത്തിൽ വ്യക്തമായി കാണാത്ത ഒരാളും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അയാള് രോഗി അല്ലേ? നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു, എല്ലാം നിർവഹിക്കുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അയാള് രോഗി. അയാളെന്നെ ആകെ അത്ഭുതപ്പെട്ടു, ഞാൻ രോഗിയോ? ഞങ്ങള് രോഗി തന്നെയാണ്, വിധി എഴുതി കളഞ്ഞു. ലോകം മുഴുവനും നിശ്ചലാവസ്ഥയിലായില്ലേ? ആർക്കുണ്ട് കഴിവ്? അള്ളാഹുവിന്റെ കഴിവിന് മേലെ ഒരു പറക്കാനുള്ള കഴിവോ, അതിന്റെ കുദറത്തിന്റെ മേലെ ഒരു കുദറത്തോ അതാർക്കില്ല. ഒരു വെല്ലുവിളി മാത്രമേ നടക്കുള്ളൂ. അല്ലാഹു തആല ചോദിക്കുന്നു, ഭൂമി അങ്ങനെ വിഴുങ്ങുമ്പോ രക്ഷപ്പെടുത്താനും സുരക്ഷിതമാക്കാനും ആർക്ക് കഴിയും? അങ്ങനെ പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഖാറൂന് കഴിയണ്ടേ? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഖാറൂൻ. ഖാറൂനെ പോലെ സ്വത്ത് ശേഷം ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല. ഇപ്പോഴുള്ള കോടീശ്വരന്മാർക്കില്ല. ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോല് കൊണ്ടുപോകുന്നത് തന്നെ ധാരാളം ഒട്ടകത്തിന്റെ പുറങ്ങളിൽ ഏറ്റിട്ടാണ്. ഒരൊട്ടകം തന്നെ എത്ര ടൺ ഭാരം ചുമക്കും? ഖജനാവിലുള്ള നിധിശേഖരങ്ങളല്ല, താക്കോലുകള്. ഒരൊട്ടകം തന്നെ ടൺ കണക്കിന് ഭാരത്തിൽ താക്കോല് ചുമക്കും. ഒരു 100 ഒട്ടകത്തിന് പുറത്ത് താക്കോലുണ്ടെങ്കിൽ ഖജനാവിലുള്ളത് എത്ര ഉണ്ടാവും? എത്രയെന്നുള്ള കണക്ക് അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്, മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. നല്ല ശക്തിയുള്ള ആളുകൾക്ക് വഹിക്കാൻ പറ്റുന്ന, ചുമക്കാൻ പറ്റുന്ന താക്കോൽ കൂട്ടങ്ങൾ, അത്രയും അധികം നിധിശേഖരങ്ങൾ നമ്മൾ നൽകിയിരുന്നു. വിവരമില്ലാത്ത ആളൊന്നുമല്ല ഖാറൂന്. തൗറാത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാ. മൂസാ നബി കഴിഞ്ഞാൽ തൗറാത്തിൽ 2ാം സ്ഥാനത്താണ് ഖാറൂന്. ഭൂമി അങ്ങ് പിടിച്ച് താഴോട്ട് വലിക്കുമ്പോ ആർക്കെങ്കിലും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒന്ന് മേലോട്ട് പിടിച്ച് രക്ഷിക്കാൻ കഴിഞ്ഞോ? ഇന്നും ആള് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. പൊങ്ങി വന്നിട്ടില്ല. ഇപ്പോഴും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഖിയാമത്ത് നാൾ വരെ. അത് കഴിഞ്ഞു എന്ന് കരുതരുത്. അമിൻതും മൻ ഫിസ് സമാഇ അയ്യുർസില അലൈക്കും ഹാസിബാ. ആകാശത്തിന്റെ അധിപൻ, ആകാശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത മലക്കുകൾ മേൽഭാഗത്തുകൂടെ കൽമയ വർഷിപ്പിക്കുകയില്ല എന്നൊരു സുരക്ഷിതത്വം തന്നിട്ടുണ്ടോ? മേൽഭാഗത്തുകൂടെ കൽമഴ വർഷിപ്പിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിട്ടില്ലേ? ഫസതഅലമൂന കൈഫ നദീർ. എന്റെ മുന്നറിയിപ്പ് എങ്ങനെയുണ്ടാകുമെന്ന് ശിക്ഷ വന്നാൽ നിങ്ങൾ തിരിച്ചറിയും. ഫസതഅലമൂന, പിന്നീട് നിങ്ങൾ തിരിച്ചറിയും. കൈഫ നദീർ, എന്റെ മുന്നറിയിപ്പ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പും ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, അവരോട് എന്റെ എതിർപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അവരെ ശിക്ഷിച്ചപ്പോൾ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ആളുകൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞോ? ഭൂമിയിലൊന്നാകെ ജലപ്രളയം നൽകിയിട്ട് അള്ളാഹു രക്ഷ കൊടുത്തത് 80 ആളുകൾക്ക് മാത്രമല്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ കൻആൻ അടക്കം മുങ്ങിച്ചത്തുപോയില്ലയോ? രക്ഷപ്പെടാൻ കഴിഞ്ഞോ കൻആനിന്? ഏതെല്ലാം പർവ്വത നിരകളിലേക്ക് കൻആന് കയറി നോക്കി, എന്നിട്ട് രക്ഷ കിട്ടിയോ? ഏതെല്ലാം മരത്തിന്റെ മുകളിലേക്ക് കയറി നോക്കി, അവസാനം ഫകാന മിനൽ മുഗ്റഖീൻ, മുങ്ങി നശിച്ചവരെ കൂട്ടത്തിൽ കൻആനും ഉൾപ്പെട്ടില്ലേ? എത്ര ആളുകൾ അങ്ങനെ മുങ്ങിപ്പോയി? ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ആദ് ഗോത്രക്കാരെ ശിക്ഷിച്ചപ്പോ ആരെങ്കിലും രക്ഷപ്പെട്ടു പോയോ? ഇരിക്കട്ടെ, കൂട്ടം കൂട്ടമായി പക്ഷികളെ വിട്ടിട്ട് അബ്രഹത്തിനെയും കൂട്ടരെയും അല്ലാഹു തആല പക്ഷികളെ കൊണ്ട് കല്ലേറ് നടത്തിയപ്പോ ഏതെങ്കിലും ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചെറിയ പക്ഷികൾ വന്ന് അതിന്റെ കൊക്കിലും അതിന്റെ 2 കാലിലും ഇറുക്കി പിടിച്ച ചെറിയ കല്ലുകൾ, ചെറിയ വലുപ്പമുള്ള കല്ലുകളാണ്, വലിയ കല്ലുകളല്ല. ചെറുപയർ അറിയാമോനെ? ചെറുപയറിനേക്കാളും അല്പം വലുപ്പമുണ്ട്. കടലറിയില്ലേ?
പൊറോട്ടൊക്കെ കഴിക്കുന്ന കടല അത്ര വലുപ്പമില്ല, അതിനേക്കാളും വലുപ്പം കുറഞ്ഞ കല്ല്. അത്ര ചെറിയ കല്ലുകളെ കൊണ്ടാ പക്ഷികൾ എറിയുന്നത്. എത്ര കറക്റ്റായിട്ട് ഉന്നം പിഴക്കാതെ മൂർദാവിലത് വന്ന് വീഴുന്നു. അവസാനം അവരെ ഈ കല്ലേറ് കൊണ്ട് ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചരച്ച് പുറത്തേക്ക് തുപ്പിയ ചവറ് പോലെ, ചണ്ടി ചവറ് പോലെ ആക്കിയില്ലേ. ഒരാളിങ്ങനെ ചവച്ചിട്ട് തായോട്ട് ദഹിക്കൂലെന്ന് കണ്ട് പുറത്തേക്ക് ചുപ്പുന്ന ചവറില്ലേ, ഒരു മുരിങ്ങാക്കായി അറിയില്ലേ, അതൊക്കെ ഇങ്ങനെ ഒരാൾ നാവിലിട്ട് കടിച്ച് അതിന്റെ ആ നീരൊക്കെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇങ്ങനെ തുപ്പുമ്പോ ഒരു ചവറില്ലേ, അതുപോലെ ചപ്പ് ചവറ് പോലെ അള്ളാഹു തലയാക്കി. അത്രയും വലിയ കഴിവുള്ള ആനപ്പട തിരിഞ്ഞോടാൻ കഴിഞ്ഞു? ഏതെങ്കിലും ആൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും ഒന്ന്? അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ അങ്ങനെയാ, രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. താക്കീദിന്റെ സ്വരങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നല്ല നിലക്ക് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാനാണ്. ഭക്തിയോടെ ജീവിക്കുന്നവർക്കാണ് ദുനിയാവിലും ആഖിറത്തിലും മോചനമുള്ളത്. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഞാൻ അവിടെ നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് 12 ആയത്തുകൾ കൂടിയുണ്ട്. നാളെ നമുക്ക് സമാപനമാണ്. മറ്റന്നാളാണ് നമ്മുടെ ദഫ്രാത്തീബിന്റെ വാർഷികം. എല്ലാവരും ദഫ്രാത്തീബിന്റെ വാർഷികത്തിൽ നമ്മുടെ പരിസരത്തുള്ള കൂട്ടുകുടുംബാദികളോടൊക്കെ വ്യാഴാഴ്ച എല്ലാവരോടും അന്ന് വരാൻ പറയണം. മഗ്രിബ് കഴിഞ്ഞ ഉടനെ മജ്‌ലിസ് ആരംഭിക്കും. ഇന്നൊരല്പം തുടങ്ങാൻ വൈകിയത് കൊണ്ടാണ്, നിങ്ങളെ ഇരുത്തി വൈകിപ്പിച്ചതല്ല ബോധപൂർവം. ഈ ആയത്തൊന്ന് തീർക്കാൻ വേണ്ടി തഫ്സീറുകളൊക്കെ എണ്ണി പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് മൊത്തം കടന്നാൽ എവിടെ എത്തൂല. അതുകൊണ്ട് ഇക്കൊല്ലം തന്നെ അത് ചെറിയൊരു വിവരണം നൽകി പൂർത്തിയാക്കണം എന്ന നിലക്കാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത്. വിശദമായി പഠിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു.